അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, ഒരു പുണ്യമായ മജ്ലിസിലാണ് ഞാനും നിങ്ങളും. ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ തുടക്കമെന്ന രീതിയിൽ അൽഹംദുലില്ലാ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണവും, 3-ാമത്തെ ദിവസം അൽഹംദുലില്ലാ ഈ നാടിൻ്റെ തന്നെ വെളിച്ചമായി മാറാൻ കാരണമാകുന്ന ഒരു വലിയ ഒരു സംരംഭത്തിൻ്റെ തുടക്കം കുറിക്കാനുള്ള ഒരു പുണ്യമായ ചടങ്ങ് കിടക്കാൻ പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അല്ലാഹു ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം നല്ലതുപോലെ താമസിച്ചു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ സമയം വെറുതെ പാഴാക്കി കളയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സമയത്തിന് വല്ലാത്ത വിലയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാത്ത അമൂല്യമായ ഒരു നിധിയാണ് സമയം. അതുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. അല്ലാഹു പറയുവാനും കേൾക്കുവാനും ആ പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ എഴുന്നേക്ക്, എന്തോ ഒരു സങ്കടം ഉള്ളതുപോലെ. ഒന്നാമത് ഞാൻ സുഖമില്ല. ഞാൻ കുറേ നാളുകളായി വഴുതു പറയാം. എനിക്ക് നടുവിന് ചെറിയൊരു പ്രശ്നമായിട്ട് ഇരിക്കാനൊന്നും പറ്റണില്ല. നിസ്കരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെ വഴുത് ഞാൻ വിചാരിച്ചു നത്തിപ്പറ്റ ഉസ്താദിനടുക്ക് വന്നത് ദുആ ചെയ്തിട്ട് പോകാം. അവരാഗ്രഹത്തോടു കൂടി അതിനുവേണ്ടി തന്നെ ഡേറ്റ് കൊടുത്തു തന്നെ. എങ്കിലും അൽഹംദുലില്ലാ വന്നു ദുആ ചെയ്തിട്ട് അല്ലാഹു നമ്മുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒതുവെടുത്ത് ജമാഅത്തായി നിസ്കരിച്ചിട്ട് റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദാ ഷരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും 1 മണിക്കൂർ ഇരിക്കല്ലേ? 1 മണിക്കൂർ ഇരിക്കല്ലേ? ഇൻഷാ അല്ലാഹ് എത്ര നേരം പോകുമെന്ന് അറിയില്ല. അൽഹംദുലില്ലാ എത്ര നേരമെങ്കിലും പറ്റിയ ഇൻഷാ അല്ലാഹ് നിൽക്കണ ചങ്ങായിമാരൊന്നും ഇരിക്കണില്ലേ? അപ്പോൾ എല്ലാവരും നിൽക്കുന്നത്, അത്രയും പേരവിടെ നിൽക്കണെന്തിനാണ്? നമ്മൾ നിന്ന ഈ അവസ്ഥയായത്. അതുകൊണ്ട് നിങ്ങൾ നിൽക്കണ്ട. ഈ ഒരുപാട് നേരം നിന്നാണ് ഈ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നിൽക്കാതെ എല്ലാവരും ഒന്ന് കയറിയിരിക്കുക. അൽഹംദുലില്ലാ അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, കുറച്ചേരം ഇരിക്കല്ലേ? നമുക്ക് എന്തോ ഒരു സന്തോഷമില്ലാത്ത പോലെ. അതാ എൻ്റെ വിഷമം. ഞാനിപ്പോൾ എന്താ പറയുക, നിങ്ങൾ എൻ്റെ കൂടെ കൂടിയാൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. ഇത്തിരി മരുന്നൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ അതിൻ്റെ പവർ തീരുന്നവരെ ഇങ്ങനെ നിൽക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവര് അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് വേണമെന്നുള്ളൊരാഗ്രഹം. വാപ്പയുടെയോ ഉമ്മയുടെയോ ഭാര്യ, മക്കള്, കൂടപ്പറപ്പുകൾ, കുടുംബക്കാർ, കൂട്ടുകാർ എല്ലാവരുടെയും സ്നേഹം ലഭിക്കണമെന്ന് നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്നവരാണ്. അതിനപ്പുറം അള്ളാഹുവിൻ്റെ സ്നേഹം നേടുക എന്ന് പറയുന്നത് അത് എത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അള്ളാഹുവിൻ്റെ സ്നേഹം ഒരു മനുഷ്യൻ നേടിക്കഴിഞ്ഞാൽ, ആ സ്നേഹം നേടിയാൽ അവനെല്ലാം നേടിക്കഴിഞ്ഞു. ആ ഒരു സ്നേഹവും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് അൽഹംദുലില്ലാ അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവരാ. അള്ളാഹു ഇവിടുത്തെ ബർസഖിയായ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ അൽഹംദുലില്ലാ ആലിമീങ്ങളായ പ്രിയപ്പെട്ട ഉസ്താദന്മാർ ആ വാപ്പയുടെ പാത തന്നെയാണ് പിൻപറ്റുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ നിന്ന് തിരിച്ചിവിടെ വരുന്നത് വരെ ആ ചങ്ങാതി സ്വന്തം ഭാര്യയെക്കുറിച്ചോ മക്കളെ കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞത്, ഉസ്താദിനെ കുറിച്ചും ഉസ്താദിന്റെ മക്കളെ കുറിച്ചോ ആയിരുന്നു. ഇബ്രാഹിനൊക്കെ സ്വന്തം കാര്യമൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ വല്ല 1000 നാവ വല്ലാത്ത ഒരു ഉത്സാഹത്തോടു കൂടിയാണ് പറയുന്നത്. അള്ളാഹു അദ്ദേഹത്തിന്
എന്നെ കൊണ്ടുപോയി ഉസ്താദ് കിടന്ന കട്ടിലും എല്ലാം ഇങ്ങനെ കാണിച്ചു തന്നു. വളരെ സന്തോഷം. അള്ളാഹുവെ ആലിമീങ്ങളോടുള്ള ഒരു മഹബത്ത് അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് വേണം, അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് വേണം. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയവനെ പോലെ എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു മരണം സമ്മാനമായി തരുമ്പോൾ ആ മരണത്തെ സമ്മാനം വാങ്ങുന്നത് പോലെ വാങ്ങി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ ആഗ്രഹിക്കുന്നവരാ ഞാനും നിങ്ങളും. നമ്മുടെ ഏറ്റവും വലിയ മോഹം തന്നെ അത് തന്നെയാ. ഈമാനുള്ള ഒരു മരണം, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയവർക്ക് മാത്രമേ അങ്ങനെ ഈമാനുള്ള ഒരു മരണം അള്ളാഹു കൊടുക്കൂ. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ. അല്ലാത്തവർ മുഴുവനും ആഗ്രഹങ്ങൾ മുഴുവനും ബാക്കിയാക്കി പരാജയപ്പെട്ടവനെ പോലെ ആ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മലക്കുകൾ പോലും ആ മരണത്തിന്റെ വേളയിൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ഫീ ജന്നതി. അള്ളാഹുവിന്റെ മലക്കുകൾ പോലും നമുക്ക് സ്വാഗതമരുളി സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രം കാണിച്ചിട്ട് ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രമാണ്, ഇതിനകത്താണ് നിന്റെ റൂഹ് പൊതിയാനുള്ളതാണ്, അള്ളാഹു നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അൽഹംദുലില്ലാ നിനക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ കാണുന്നത് സ്വർഗമാണ്. കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കാണിച്ചുകൊണ്ട് മലക്കുകളെ സ്വാഗതം പറയുന്നത് കേട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യന്റെ പദവികൾക്കനുസരിച്ച് അവന്റെ സ്ഥാനങ്ങൾക്കനുസരിച്ച് നമ്മൾ മരിക്കുമ്പോൾ ചിലര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അടുത്തു വന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്, മറ്റു ചിലര് സ്വന്തമായി ഓർത്തു പറയാറുണ്ട്. അവിടെ നിന്ന് പറയുന്നത് മലക്കുകളുടെ മുഖത്തിൽ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ അത് നോക്കിയിട്ട് പറഞ്ഞ് യാത്രയാകുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ സ്നേഹം വേണം, അള്ളാഹുവിന്റെ തൃപ്തി വേണം, അള്ളാഹുവിന്റെ പൊരുത്തം വേണം. ആ പൊരുത്തം കരസ്ഥമാക്കാനുള്ള ഏതെല്ലാം വഴികളാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് ആ വഴികളാണ് നാം സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കാൻ കഴിയുന്ന എളുപ്പ വഴികൾ എന്തെല്ലാമാണ്. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ, അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കാൻ ഏതെല്ലാം വഴികളാണ് നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന വഴികൾ ഏതാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കാൻ തയ്യാറാകണം. ഈ പറയുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറായാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം നമുക്ക് ലഭിക്കും. അല്ലാഹുവിന്റെ സ്നേഹം നേടിയെടുക്കാൻ കഴിയുന്ന ആ എളുപ്പവഴികളാണ് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആ നന്മകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പിൻപറ്റുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുവാനുള്ള ഒന്നാമത്തെ എളുപ്പവഴി എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കാൻ കഴിയുന്ന എളുപ്പവഴികളെ കുറിച്ച്. ആ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമെന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള ഒന്നാമത്തെ എളുപ്പ വഴി എന്തെന്നറിയുമോ? അവന്റെ സർവകാര്യങ്ങളും അള്ളാഹുവിൽ പരമേൽപ്പിക്കലാണ്, അള്ളാഹുവിൽ തവക്കലേൽപ്പിക്കലാണ്. അവന്റെ എല്ലാ കാര്യങ്ങളാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് വിഷയമാണെങ്കിലും ആ വിഷയം അള്ളാഹുവിൽ പരമേൽപ്പിക്കുക എന്ന് പറയുന്നത്, ആ തവക്കലാക്കുന്നത്, പടച്ചവനിൽ പരമേൽപ്പിക്കുന്നത് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണെന്ന് ഖുർആനും ഹദീസും പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ അധികം പേർക്കും ഇല്ലാതെ പോയ ഒരു സ്വഭാവമാണ് തവക്കൽതു അലല്ലാഹ് എന്ന്
എന്ന് പറയുന്ന ഒരു നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഇല്ലാതെ പോകുന്നടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ച ഒരു കാര്യമാണ്, സത്യവിശ്വാസികളോട് അല്ലാഹു കൽപ്പിച്ച ഒരു കാര്യമാണ് തവക്കലേൽപ്പിക്കാൻ, അല്ലാഹുവിൽ പരമേൽപ്പിക്കാൻ. അതൊരു യഥാർത്ഥ സത്യവിശ്വാസികളുടെ അടയാളമായി അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ എണ്ണി പറയുകയാ. താടിയും തഴമ്പും തലപ്പയും ചുപ്പയും മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം പറയുകയാണ്. എന്താണ് അടയാളം എന്നറിയുമോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു സത്യവിശ്വാസിയുടെ അടയാളം പറയുമ്പോ അല്ലാഹു പറയുകയാണ്, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? അവന്റെ ജീവിതം, അവന്റെ മുമ്പിൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടകിടാ വിറയ്ക്കുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു വിടുകയാണ്. ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അവന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് രാജാതിരാജനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ആ ജീവിതത്തിൽ വന്നുപോയത് മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തുകൊണ്ട് അവന് പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയ ഒരു സ്വഭാവ ഗുണമാണ്. ഖുർആൻ നമ്മളോട് കൽപ്പിച്ച കാര്യമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു അവിടുന്ന് തവക്കലാക്കുന്നതിനെ പരമേൽപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പടച്ച റബ്ബ് അവിടുന്ന് കൽപ്പിച്ച ചരിത്രം കാണാമല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമുക്കില്ലാതെ പോയതാണ്, നമ്മളിൽ പലരും മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമാണ്. അതുകൊണ്ടൊരു സത്യവിശ്വാസിയുടെ ഗുണമാണ് അല്ലാഹുവിൽ പരമേൽപ്പിക്കുക. അല്ലാഹുവിൽ പരമേൽപ്പിക്കുക അതൊരു സത്യവിശ്വാസിയുടെ ഗുണമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരെ ഒരിക്കലും പടച്ച റബ്ബ് കൈവിടാറില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹുവിൽ ആരാണോ പരമേൽപ്പിക്കുന്നത്, ആ പരമേൽപ്പിക്കുന്നവനെ ഒരിക്കലും അല്ലാഹു കൈവിടാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം ഈമാനിന്റെ, ആത്മാവിന്റെ തവക്കലാണ്. അതിന്റെ ചിറകിൽ കയറിയാണ് മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് കാര്യമാകട്ടെ, ഈമാൻ ഇല്ലെങ്കിൽ സർവ്വതും നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, തവക്കലുണ്ടെങ്കിൽ കരകൾ നമ്മളെ കൈവിട്ടാലും പടച്ചവനെ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവനെ ലോകത്തുള്ള ഏതെല്ലാം ശക്തികൾ കൈവിട്ടാലും, കരകൾ നമ്മളെ കൈവിട്ടാലും അവനെ കടല് സഹായിക്കുകയാണ്, അവനെ കടല് സഹായിക്കുകയാണ്. അതാ ഭൂമിയിൽ നിന്ന് എല്ലാ കവാടങ്ങളും ഒരു മനുഷ്യന്റെ മുമ്പിൽ അടഞ്ഞു പോയാൽ ആകാശത്ത് നിന്ന് കവാടം തുറന്നിട്ട് പടച്ചവനവനെ സഹായിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രപഞ്ചത്തിനെക്കാളും വലുതാണ് പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ പ്രപഞ്ചം നമ്മളെ കൈവിട്ടാലും ഈ പ്രപഞ്ചത്തെ പടച്ച് പരിപാലിക്കുന്ന ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ആ പടച്ച റബ്ബ് നമ്മളെ ഒരിക്കലും കൈവിടൂല. ഈ വിശ്വാസമാണ് തവക്കൽ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നത് ഈ തവക്കലായിരുന്നു. ഈ അല്ലാഹുവിൽ പരമേൽപ്പിച്ച ഒരുപാട് പേരുടെ ചരിത്രം നമുക്കറിയുമല്ലോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കടോ. ചരിത്രം പഠിപ്പിക്കുകയാണ്. ഫിർഔൻ
ഫിർഔൻ എന്ന് പറയുന്ന കാട്ടാളനായ ഭരണാധികാരിയുണ്ടല്ലോ, ആൺകുഞ്ഞുങ്ങളെ ജനിച്ചു കഴിഞ്ഞാൽ, ആൺകുട്ടികളെ ജനിച്ചു കഴിഞ്ഞാൽ അവനെ പടച്ചവനെ കൊന്നുകളയുകയാണ്. 70,000-ഓളം വരുന്ന കുഞ്ഞുങ്ങളെയാണ് ഫിർഔനിന്റെ അനുയായികൾ അവിടുന്ന് കൊന്നുകളഞ്ഞത്. ഓരോ പെണ്ണുങ്ങൾ ഗർഭിണിയായാൽ ആ ഗർഭിണികളായ പെണ്ണുങ്ങളുടെ വീട്ടില് ഫിർഔനിന്റെ ആൾക്കാര് കടന്നു ചെല്ലുകയാ പരിപാലിക്കാൻ. ആ ഗർഭിണിയായ പെണ്ണിനെ പരിപാലിക്കാൻ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്നാളെ പറഞ്ഞു വിടുകയാണ്. പ്രസവിക്കുന്നത് ആൺകുഞ്ഞായാൽ പടച്ചവനെ അറിയിക്കണം, അതിനെ കൊന്നുകളയുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഗർഭിണിയായിരിക്കുകയാണ്. ആ ഗർഭിണിയായ മൂസാ നബിയുടെ ഉമ്മയുടെ ചാരത്തതാ കൊട്ടാരത്തിൽ നിന്ന് അതാ ഒരു പെണ്ണ് കടന്നു വരികയാണ്. പടച്ചവനെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര, മൂസാ നബി ലോകത്തേക്ക് കടന്നു വന്നു. ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്തെ പ്രകാശമുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ മുഖത്ത് ഒരു ഈമാനികമായിട്ടുള്ള ചൈതന്യമുണ്ടല്ലോ, അത് കണ്ടപ്പോഴാ പെണ്ണിന്റെ മനസ്സ് മാറുകയാണ്. ആ കുഞ്ഞിനെ കൊല്ലാൻ ആ പെണ്ണിന് മനസ്സ് വരുന്നില്ല. പല പ്രാവശ്യവും കൊട്ടാരത്തിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ ചരിത്രം പറയുന്നത് അടുപ്പിനകത്ത് പോലും അവിടെ നിന്ന് മൂസാ നബി എടുത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ്. അവസാനം ഒരു വഴിയില്ലാതെ വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനെ ഒരു പെട്ടിയിലാക്കിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. പടച്ചറപ്പിന്റെ കൽപ്പന വന്നപ്പോ 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച തന്റെ പാൽ കുടിക്കുന്ന പൊന്നാര മകന് ആ ഉമ്മ ഒരു പെട്ടിക്കകത്താക്കിയിട്ട് അല്ലാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് അതാ ഒഴുകുന്ന നൈൽ നദിയിലേക്ക് ഒഴുക്കി വിടുകയാണ്. അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസത്തിലാണ് ആ പൊന്നുമോന് ആ ഒഴുകുന്ന വെള്ളത്തിന്റെ അകത്ത് പെട്ടിയിലാക്കിയിട്ട് അവിടെ അതാ ഒഴുക്കി വിടുന്നത്. നമ്മൾ ചരിത്രം പഠിച്ചവരല്ലോ. ആ കുഞ്ഞിനെ ഇങ്ങനെ തിരമാലകള് തലോടി തലോടി ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരികയാ. ആസിയാ ബീവിയുടെ കണ്ണിൽ പെടുകയാണ്. ആൺകുട്ടികളില്ലാത്ത ആസിയായും ഫിർഔനും അവസാനം ആ കുഞ്ഞിനോട് വല്ലാത്ത സ്നേഹം തോന്നുകയാ. ആ കൊട്ടാരത്തിന്റെ അകത്താണ് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വളർന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ആ ഉമ്മയുടെ തവക്കല. ആ ഉമ്മ അല്ലാഹുവിൽ ഏൽപ്പിച്ച ഒരു പരമേൽപ്പിക്കലുണ്ടല്ലോ, പടച്ചറപ്പൊരിക്കലും എന്നെ കൈവിടൂല. ആ ഒരു വല്ലാത്ത ഒരു തവക്കല്, അതാണ് പടച്ചവനെ എല്ലാ 70,000-ഓളം വരുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ ഫിർഔൻ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വളർന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വിശ്വാസമാണോ? ഇത് വല്ലാത്ത അചഞ്ചലീയമായ ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് ഒരു സത്യവിശ്വാസിക്ക് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ചരിത്രങ്ങൾ പഠിച്ചവരാ. എടോ, കരയും കടലുമെല്ലാം ആകാശം വരെ പടച്ചവനെ കവാടങ്ങളെ തുറന്നുകൊണ്ട് സഹായിച്ച എത്രയോ ചരിത്രങ്ങൾ കാണാം. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, കര സഹായിച്ച ചരിത്രമുണ്ടല്ലോ, ആകാശത്ത് നിന്ന് സഹായം ഇറങ്ങി വന്ന ചരിത്രമുണ്ടല്ലോ, കടല് സഹായിച്ച ചരിത്രമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്ന് പഠിച്ചു നോക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോ അതാ പടച്ചവനെ അതാ ബനു ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യന്റെ ചരിത്രം കിതാബിൽ കാണാം. ബനു ഇസ്രായേൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ. ഒരാളെടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് 1000 ദിർഹം കടം വേണം, എനിക്ക് 1000 ദിർഹം കടം വേണം. പടച്ചവനെ കടം ചോദിക്കുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ആരാണ് നിനക്കാരാണ് സാക്ഷി നിൽക്കുന്നത്? 1000 ദിർഹം നീ എന്നോട് കടം ചോദിക്കുന്നല്ലോ, ഞാൻ നിനക്ക് 1000 ദിർഹം തരാം, ആരാണ് നിനക്ക് അതാ സാക്ഷി നിൽക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? കഫാ ബില്ലാഹി ഷഹീദാ. 1000 ദിർഹം കടം ചോദിച്ച ബനു ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യന് അതാ നിന്നോട് ചോദിക്കുന്നു, പൈസ നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ നിനക്കാരാണ് സാക്ഷി നിൽക്കുന്നത്? ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നു, കഫാ ബില്ലാഹി ഷഹീദാ. എനിക്ക് സാക്ഷി നിൽക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവനും പരിപാലിക്കുന്ന പടച്ചറപ്പാ, ആ അല്ലാഹുവിനെയാണ് ഞാൻ അവിടെ നിന്ന് സാക്ഷി നിർത്തുന്നത്. ആ മനുഷ്യൻ ചോദിച്ചു, ആരാണ് ജാമ്യം നിൽക്കുന്നത്?
അല്ലാഹുവിനെ നീ സാക്ഷിയാക്കിയല്ലോ, അല്ലാഹുവിനെ നീ സാക്ഷിയാക്കിയല്ലോ. എന്നാൽ ആരാണ് ജാമ്യം നിൽക്കുന്നത്? ആ മനുഷ്യനെ പെട്ടെന്ന് പറയുന്നു, കഫാ ബില്ലാഹി കഫീലാ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ ഞാൻ ജാമ്യം നിർത്തുകയാ. അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പടച്ച റബ്ബിനെ ജാമ്യം നിർത്തിയിട്ട് ആ മനുഷ്യൻ അവിടുന്ന് 1000 ദിർഹം അവിടുന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ അവിടുന്ന് കൊടുക്കുകയാണ്. പടച്ചവനെ, അതാ ഞാനൊരു യാത്ര പോവുകയാണ്, ഇന്ന ദിവസം ഈ കപ്പൽ ഇവിടേക്ക് മടങ്ങി വരുന്ന ദിവസം നിന്റെ പൈസ ഞാൻ തരാമെന്ന് ഉറപ്പോടെ ആ മനുഷ്യനത് വാങ്ങിച്ചിട്ട് യാത്രയാവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞു. അവസാനം 1000 ദിർഹം വാങ്ങിച്ചു കൊണ്ടുപോയ മനുഷ്യൻ അവിടുന്ന് തിരിച്ചു വരാൻ നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി, കപ്പൽ കയറുന്നതിന് വേണ്ടി കടലിന്റെ പരിസരത്ത് ചെല്ലുമ്പോ ആ മനുഷ്യനന്ന് കപ്പല് കിട്ടിയില്ലടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന് തിരിച്ചു വരാനുള്ള കപ്പലന്ന് ലഭിച്ചില്ല. ആ മനുഷ്യന് വല്ലാത്ത സങ്കടമായി. പടച്ചവരെ, ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, എന്റെ കയ്യിൽ പൈസയുണ്ടല്ലോ, എന്റെ കയ്യിൽ പൈസയുണ്ടല്ലോ, പടച്ചവനെ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. അവസാനം ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയുമോ? അതാ ഒരു തടി കഷ്ടമെടുക്കുകയാ, അവിടെ നിന്നൊരു തടി കഷ്ടമെടുക്കുകയാണ്. ഒരു തടിയെടുത്തിട്ട് അത് അല്പമങ്ങ് മുറിച്ചു മാറ്റുകയാണ്, അതിനകത്തൊരു ദ്വാരമുണ്ടാക്കുകയാണ്. എന്നിട്ട് 1000 ദിർഹം ഭദ്രമായ രീതിയിൽ ആ തടിയുടെ ഉള്ളിലേക്ക് അങ്ങ് വെക്കുകയാണ്. അതിനകത്തൊരു പേപ്പർ എഴുതി വെച്ചടോ, ഒരു കത്തെഴുതി വെച്ചിട്ട് ആ മനുഷ്യൻ അല്ലാഹുവേ ആ തടിക്കുള്ളിലേക്ക് 1000 ദിർഹം അവിടെ നിന്ന് വെക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യന് ഭദ്രമായ രീതിയിൽ അത് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ, അത് ഭദ്രമായ രീതിയിൽ അവിടെ നിന്ന് പടച്ചവനെ എല്ലാം കെട്ടിയങ്ങ് റെഡിയാക്കുകയാണ്. എന്നിട്ട് ആ തടി കഷ്ടമെടുത്തുകൊണ്ട് കടലിന്റെ ചാരത്ത് ചെന്നിട്ട് ആ മനുഷ്യനെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ഇന്നക തഅലമുനി. ആ മനുഷ്യൻ പടച്ചവനോട് പറയുന്നു, അല്ലാഹ് നിന്നെ ജാമ്യം നിർത്തിയിട്ട് അല്ലാഹുവേ 1000 ദിർഹമിന്റെ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങി റബ്ബേ, ഇന്ന് കൊണ്ടുകൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ആ മനുഷ്യൻ എന്നെയും പ്രതീക്ഷിച്ച് കരയിൽ വന്ന് നിൽക്കുന്നു. അല്ലാഹ്, ഇത് നിന്നെ ഏൽപ്പിക്കുകയാ പടച്ചവനെ, ആ മനുഷ്യന്റെ കയ്യിൽ എത്തിക്കണേ അല്ലാഹ്. ആത്മാർത്ഥമായിട്ട് ആ മനുഷ്യനവിടെന്ന് ദുആ ചെയ്തിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതെടുത്ത് കടലിലേക്ക് ആ തടിയിടുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞടോ, കപ്പൽ വരുന്നതും കാത്ത് കരയിൽ വന്ന് കാത്തു നിൽക്കുകയാ. തന്റെ 1000 ദിർഹം കടം കൊടുത്തത് തിരിച്ചു വാങ്ങാറ് ആ മനുഷ്യൻ ഇങ്ങനെ കടലോരത്ത് കാത്തിരിക്കുമ്പോ കപ്പല് കാണുന്നില്ല. എന്നാ തന്റെ മുമ്പിലേക്ക് ഒരു വിറകിന്റെ കഷ്ടം ഇങ്ങനെ വരികയാണ്. ഒരു തടിക്കഷ്ടം തന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കരയിലേക്ക് തിരമാലകൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. വിറക് ആവശ്യമുണ്ടല്ലോ. ആ മനുഷ്യനതെടുത്തു കൊണ്ടുപോയി തന്റെ വീട്ടിൽ കൊണ്ടുപോയി വെട്ടിയേക്കുമ്പോ സുബ്ഹാനല്ലാഹ് 1000 ദിർഹമും ആ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്ന എഴുത്തും അതിനകത്തിരിക്കുകയാ. അവിടെ നിന്ന് വായിച്ചു നോക്കിയടോ, അല്ലാഹുവിനെ സാക്ഷിയാക്കിയതല്ലേ, അല്ലാഹുവിനെ അതാ ജാമ്യം നിർത്തിയതല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, ആ മനുഷ്യന് യാത്ര കഴിഞ്ഞു മടങ്ങി വന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നപ്പോ ആ അയച്ച പൈസ കിട്ടിയെന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറയുന്നു, അൽഹംദുലില്ലാഹ്, ഞാനിത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോ 2025 ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിങ്ങളുടെ മുമ്പിൽ പടച്ചവന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യന്റെ തടിക്കഷ്ടത്തിനകത്ത് 1000 ദിർഹം വെച്ചിട്ട് വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ട കഥ പറയുമ്പോ നിങ്ങളിൽ പലർക്കും അത് വിശ്വസിക്കാൻ വല്ലാത്ത മടിയാണ്. ഇതൊക്കെ വെറുതെയാണെന്ന് പറയുന്നവരുണ്ടോ, ഇതൊക്കെ ചുമ്മാതെ ഉസ്താദന്മാരെ തെള്ളുന്നതാണെന്ന് പറയുന്നവര് എന്തിനാ 1400 കൊല്ലം മുമ്പേ
മുമ്പിലേക്ക് കടന്നു പോകുന്നത്? ബനു ഇസ്രായേലിന്റെ കാലഘട്ടത്തിലേക്ക് കടന്നു പോകുന്നത് എന്താണ്? പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരല്ലേ? ഓരോ ദിവസവും നമ്മളുടെ കണ്ണ് നിറയുന്ന രംഗങ്ങളല്ലേ നമ്മൾ കാണുന്നത്? ഫലസ്തീന ജനതയുടെ സങ്കടം നമ്മൾ കാണുന്നവരാണ്. ഫലസ്തീന ജനതയുടെ സങ്കടം നമ്മൾ കാണുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എല്ലും തോലുമായി പടച്ചവനെ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ വീണ് മരിച്ചു പോവുകയോ. വല്ലാത്ത പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പീരങ്കയും മിസൈലുകൾക്ക് മുമ്പിൽ പിടിച്ചു നിന്നവരാണവര്. എന്തെല്ലാം വർഷങ്ങളായി എല്ലാ ശക്തികൾ കൊണ്ട് പലസ്തീന ജനത ഇസ്രയേല് തകർക്കാൻ പരിശ്രമിക്കുമ്പോ അതിന്റെ മുമ്പിൽ പിടിച്ചു നിന്നവർ കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ പടച്ചവനെ അവര് വല്ലാതെ പതറുകയാണ്. പടച്ചവനെ, ഇന്ന് രാവിലെ ഒരു വാർത്ത വായിച്ചു. വെള്ളിയാഴ്ച ദിവസം പടച്ചവനെ ജുമഅയ്ക്ക് വേണ്ടി ഇമാമ് കയറി നിൽക്കുമ്പോ, പ്രസംഗിക്കാൻ കയറി നിന്ന പടച്ചവനെ അവിടുത്തെ ഇമാമ് പറയുകയാണ്, വിശപ്പ് കാരണം എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റുന്നില്ല. വിശപ്പ് കാരണം എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. ദാഹം കാരണം നിങ്ങൾക്കത് കേൾക്കാനും കഴിയുന്നില്ല. നമുക്ക് നമസ്കരിക്കാമെന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന വാർത്തകളാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അതാ ലോകം വല്ലാത്ത ഒരു കാഴ്ച കാണാൻ പോവുകയാണ്. പടച്ചവനെ, പിഞ്ചു കുഞ്ഞുങ്ങൾ വീണ് മരിച്ചു പോകുന്ന ഒരവസ്ഥ, പിഞ്ചു കുട്ടികൾ വീണ് മരിച്ചു പോവുകയാണ്. പടച്ചവനെ, ഓരോ കുഞ്ഞുങ്ങളുടെ രൂപം കാണുമ്പോ ഫേസ്ബുക്കിലും പടച്ചവനെ മൊബൈലുകളിലേക്ക് അതാ ഫലസ്തീന ജനതയിലെ പിഞ്ചുമക്കളുടെ എല്ലും തോലുമുള്ള ശരീരം കാണുമ്പോ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അതാണ് അവിടുന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതാണ് അവിടുന്ന് ഒരു മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഏതാ പട്ടിണി മരണമാണ് ലോകം കാണാൻ പോകുന്നത്. ഇനി പട്ടിണി മരണം ലോകം ഇന്ന് വരെ കാണാത്ത പട്ടിണി മരണമാണ് ഗാസയിൽ ഇനി ലോകം കാണാൻ പോകുന്നതെന്ന് വിളിച്ചു പറയുമ്പോ അതാ ഉബൈദ എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടൂല. അവിടെ ആ മനുഷ്യൻ പറയുകയാണ്, ഈ ജനതയുടെ ഈ പ്രതിസന്ധിയിൽ തിരിഞ്ഞു നോക്കാത്ത ഒറ്റ മുസ്ലിമിനെയും അല്ലാഹു നിങ്ങളെ വെറുതെ വിടൂല. പടച്ചവൻ നിങ്ങളെ പിടിച്ചു നിർത്തുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ അതാ ഈജിപ്തുകാരിയായ സാറ എന്ന് പറയുന്ന ഒരു കാരുണ്യ പ്രവർത്തക, അതാ സാറ എന്ന് പറയുന്ന ഈജിപ്തുകാരിയായ മുസ്ലിമായ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ഹൃദയത്തിലേക്ക് ആ വാക്കങ്ങ് തറയ്ക്കുകയാണ്. ഗാസയിലെ ജനങ്ങൾ പിഞ്ചുമക്കൾ വീണ് മരിക്കുകയാണ്. അവര് പട്ടിണി കിടന്നു മരിക്കുകയാണ്. അവരെ സഹായിക്കാത്ത നിങ്ങളോട് അല്ലാഹു ചോദിക്കുമെന്ന് പടച്ചവനെ ഒരു മനുഷ്യനവിടെന്ന് വിളിച്ചു പറഞ്ഞ വാർത്ത കേട്ടപ്പോ അതാ ഈജിപ്തുകാരിയായ സാറ എന്ന് പറയുന്ന മാതാ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാറ എന്ന് പറയുന്ന പെണ്ണിന്റെ ഉറക്കം കെടുകയാണ്. ഒരു രാത്രി ഒരു സ്വപ്നം കാണുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ വായിക്കകത്ത് കൈവച്ചുകൊണ്ട് കരയുന്ന രംഗമാണ് കാണുന്നത്. പടച്ചവനെ, പ്രായമുള്ളവര് വിശന്ന് വീണ് മരിച്ചു പോകാണ്. സാറ എന്ന് പറയുന്ന പെണ്ണ് പറയുകയാ, സ്വപ്നം കണ്ട് കഴിഞ്ഞപ്പോ പടച്ചവനെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. എന്നെ പിടിച്ചു നിർത്തുമല്ലോ. നാളെ ഫലസ്തീനിന്റെ ജനത പട്ടിണി കിടന്ന് മരിച്ചപ്പോ അവരെ സഹായിക്കാത്തതിന്റെ പേരിൽ അല്ലാഹുവേ, നാളെ പരലോകത്ത് എന്നെ പിടിച്ചു നിർത്തുമല്ലോ. അവസാനം സാറ എന്ന് പറയുന്ന പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടലിന്റെ ചാരത്ത് പോവുകയാ. ഒരു കുപ്പിയെടുത്തിട്ട് ആ കുപ്പിക്കകത്ത് കുറച്ച് ധാന്യമങ്ങിടുകയാണ്. കുറച്ച് ധാന്യമിട്ടിട്ട് ആ സഹോദരി ഒരു എഴുത്തെഴുതുകയാണ്. ഇത് സാറ എന്ന് പറയുന്ന ഞാനാണ് അയക്കുന്നത്. ഇത് ഗാസയിലെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയ അഡ്രസ്സും ഫോൺ നമ്പർ വരെ എഴുതി കൊടുക്കുകയാ. അഡ്രസ്സും ഫോൺ നമ്പർ വരെ എഴുതി കൊടുത്തു. ഇതാരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ പടച്ചവനെ, നിങ്ങൾ എന്നെ ഒന്നറിയിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ എന്നെ നിങ്ങൾ പിടിച്ചു നിർത്തരുത്. സാറ എന്ന് പറയുന്ന ഈജിപ്തുകാരിയായ സഹോദരി അല്ലാഹുവേ, കഥാ കുപ്പിക്കകത്ത് ധാന്യങ്ങൾ നിറച്ച് എഴുത്തുമെഴുതി ഫോൺ നമ്പരും എഴുതി അതാ കടലിന്റെ തിരമാലകളിലേക്ക് അല്ലാഹുവിനെ അങ്ങ് പരമേൽപ്പിക്കുകയാണ്. പടച്ച റബ്ബിന്റെ കയ്യിൽ അങ്ങ് പരമേൽപ്പിച്ചടോ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരി പറയുകയാണ്, 3 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരികയാ. അൽഹംദുലില്ലാഹ്, ഹോസ്പിറ്റലിലെ ഡോക്ടർ ഒരു മറുപടി കിട്ടിയിരിക്കുകയാണ്. സാറ എന്ന് പറയുന്ന പെണ്ണ് പറയുന്ന, നിങ്ങളയച്ച ആഹാര സാധനങ്ങള് ഞങ്ങളുടെ കയ്യിൽ കെട്ടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഒരിക്കലും നിങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ പിടിച്ചു നിർത്തൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈജിപ്തുകാരായ ജനങ്ങളുണ്ടല്ലോ, അതാ കുപ്പിക്കകത്ത് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് നിറച്ചിട്ട് കടലിന്റെ തിരമാലയിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് പരമേൽപ്പിക്കുകയാ. 70 മണിക്കൂർ കഴിയുമ്പോ ആ കടലിന്റെ തിരമാല കൊണ്ടുവന്നിട്ട് ഗാസ എന്ന് പറയുന്ന, ഫലസ്തീൻ എന്ന് പറയുന്ന കടലിന്റെ ഓരത്ത് വന്ന് ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആ പാവപ്പെട്ടവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന വാർത്തകൾ ഞാനും നിങ്ങളും വായിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതാണോ പടച്ച റബ്ബ് പറഞ്ഞത്? ഇതാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. അല്ലാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചു കഴിഞ്ഞാ അവനെ പടച്ച റബ്ബ് ഒരിക്കലും കൈവിടൂല. അവനെ പടച്ച റബ്ബ് ഒരിക്കലും കൈവിടൂലടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതാണ് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ ويرزق من حيث لا يحتسب ومن يتوكل على الله. ഏതെങ്കിലും ഒരു മനുഷ്യനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവനവനെ കൈവിടാറില്ലടോ. ഏതെല്ലാം വഴിയിലൂടെ പടച്ചവനവനെ സഹായിക്കാൻ കഴിയുമോ, നീയൊക്കെ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അല്ലാഹു അവരെ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാൾ 1000 രൂപ കടം വാങ്ങി. ചോദിച്ചു, ആരാ ചങ്ങാതി ജാമ്യം നിൽക്കണേ? ആരാ സാക്ഷി വേണമല്ലോ, നിനക്ക് 1000 രൂപ. ഇപ്പം പറഞ്ഞു, അല്ലാഹ് ഉണ്ട്, കഫാ ബില്ലാഹി ഷഹീദ, എന്റെ റബ്ബുണ്ട് സാക്ഷി. ജാമ്യം അതും അല്ലാഹ് തന്നെ ഉണ്ട്. ഇന്ന ദിവസം ഈ കപ്പല് തിരിച്ചു മടങ്ങി വരുന്ന ദിവസം ഞാൻ നിനക്ക് തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 1000 ദിർഹം വാങ്ങിച്ച ചങ്ങാതി പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, യാത്ര തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി വന്ന് കപ്പൽ ആ മനുഷ്യന് കിട്ടിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത സങ്കടമായി. പടച്ചവനെ, പൈസ ഉണ്ട്, പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ അല്ലാഹ്, ഇനി എന്താപ്പാ ചെയ്യാ? ഒരു തടിക്കഷ്ണം എടുത്തിട്ട് ആ തടിക്കകത്തൊരു ധാരമുണ്ടാക്കിയിട്ട് 1000 ദിർഹം അതിനകത്ത് സൂക്ഷിച്ചു. ഒരു എഴുത്തും എഴുതി വെച്ചു. ഭദ്രമായ രീതിയിൽ ആ തടിക്കുള്ളിൽ നിറച്ചു വെച്ചിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു, പടച്ചവനെ, എന്നെയും കാത്ത മനുഷ്യന് കടലോരത്തുണ്ടാകും, അദ്ദേഹത്തിന്റെ കയ്യിൽ നീ എത്തിക്കണം പടച്ചവനെ. അത് എത്തിയിടും. ഇത് പറയുമ്പോൾ നമ്മളിൽ പലർക്കും വിശ്വാസമില്ല. എന്നാൽ നിങ്ങൾ ഇന്ന് പത്രമാധ്യമങ്ങൾ എടുത്തു നോക്ക്. ഈ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കുപ്പിക്കകത്ത് നിറച്ചിട്ട് കടലിൽ ഇടുന്നില്ലേ തവക്കൽതു അലല്ലാഹ്? എത്തുന്ന വാർത്തകളും വീഡിയോകളും നമ്മൾ കാണുന്നവരല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അവരെ കുറിച്ച് ഓർക്കണമടോ. ആ ഫലസ്തീനിലെ ജനതകൾ അവരുടെ വീടുകൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കുടിക്കാനുള്ള വെള്ളം. വെള്ളിയാഴ്ച ജുമാ പ്രസംഗത്തിൽ പ്രസംഗിക്കുന്ന ഇമാമ് പറയുകയാ, വിശപ്പ് കാരണം എനിക്കൊന്നും പറയാൻ പറ്റണില്ല, നിങ്ങൾക്കത് കേൾക്കാൻ നമുക്ക് നമസ്കരിക്കാമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ആവശ്യത്തിന് തരുന്നുണ്ട്, തിന്നാനും കുടിക്കാനും. നമുക്കതൊന്നും തിരിയണില്ല. പട്ടിണി കിടക്കാന്ന് വെച്ചാൽ ജീവിതത്തിൽ പട്ടിണി എന്താന്ന് പോലും നമുക്കറിയില്ല. പണ്ടൊക്കെ എല്ലാവരും പട്ടിണി കിടന്ന കഥയൊക്കെ പറയും. പക്ഷെ സത്യത്തിൽ പട്ടിണി എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നല്ലതുപോലെ പട്ടിണി കിടന്നിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പട്ടിണി കിടന്നിട്ടുണ്ടോ? ഉസ്താദേ, ഞാൻ കിടന്നിട്ടുണ്ടെന്ന് പറയും നമ്മൾ. സത്യത്തിൽ പട്ടിണി എന്താണെന്നറിയോ? ഇത് യഥാർത്ഥത്തിൽ പട്ടിണി എന്താ നമുക്കറിയില്ല. പട്ടിണി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ച് കഴിച്ച ആരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഷേബു അബീ താലിബിന്റെ മലഞ്ചെരുവിൽ 3 വർഷം കഴിക്കാൻ ഭക്ഷണമില്ലാതെ വൃക്ഷത്തിന്റെ ഇല പറിച്ചു കഴിച്ചു എന്നാ. നമ്മളാരെങ്കിലും ജീവിതത്തിൽ ഇല തിന്നിട്ടുണ്ട്? നമ്മൾ തിന്നും. മട്ടൻ മന്തി അങ്ങോട്ട് വെട്ടി വിഴുങ്ങിയിട്ട് ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. ആ തിന്ന ശീലമേ നമുക്കുള്ളൂ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് ഫാത്തിമ ബീവിയുടെ ചരിത്രം പഠിക്കണം പെങ്ങളെ.
ഫാത്തിമ ബീവി തന്റെ പൊന്നാര മക്കള് കരയുന്നുണ്ട്. നബിതങ്ങൾ ചോദിച്ചു, ദേഷ്യപ്പെട്ടു, ഫാത്തിമ പാല് കൊടുക്കും മക്കൾക്ക്, കുട്ടികൾക്ക് പാല് കൊടുക്ക്. നബിതങ്ങൾ പള്ളിക്കകത്തിരുന്ന് സഹാബത്തിനോട് സംസാരിക്ക. കുട്ടിയുടെ കരച്ചിൽ വല്ലാതെ കേൾക്കുന്നു. വീണ്ടും വീണ്ടും നബിതങ്ങൾ പറഞ്ഞു. അവസാനം നബിതങ്ങൾക്ക് ദേഷ്യം വന്നു അത്രേ. ആയിഷ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയുടെ മുമ്പിൽ ദേഷ്യത്തോടു കൂടി പോയി കിടക്കുമ്പോൾ നമ്മൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഫാത്തിമ ബീബിയുടെ മാറിടത്തിൽ നിന്ന് രക്തം ഇങ്ങനെ പൊടിഞ്ഞു എന്നാ, പട്ടിണി കിടന്നിട്ട് തിന്നാനില്ലാതെ പാല് പറ്റിയിട്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അള്ളാഹു ചെയ്ത നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ ഈ പാവങ്ങളൊക്കെ ഓർക്കണം. അൽഹംദുലില്ലാ, ഇപ്പൊ ഇവിടെ ഞാൻ വരുമ്പോ തന്നെ ഇതിന്റെ ഒരു ബ്ലോക്ക് തന്നെ വളരെ പ്രയാസപ്പെടുന്ന രോഗികളായി കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് ഇവിടുന്ന് പറയുണ്ടായി. ആരാലും നമുക്കറിയാം, കൈകാലുകൾ അനക്കാൻ പോലും കഴിയാതെ വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഇവിടെ അടുത്തൊരു ഭാഗത്ത്, ഞാൻ നിലമ്പൂര് ഭാഗത്തൊരു വഴുതിന് പോയി. വഴുത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് സുഖമില്ലാത്ത മക്കളുണ്ട്, ഉസ്താദ് ഒന്ന് കണ്ടിട്ട് പോകണം. രാത്രി 12-1 മണിയായി, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലായിരുന്നു. ആ ഉമ്മയുടെ ആ ഒരു സങ്കടം കേട്ടപ്പോൾ എന്നാ പിന്നെ നടന്നു പോകാന്ന് വിചാരിച്ചങ്ങ് നടന്നു. അടുത്താന്ന് പറഞ്ഞപ്പോൾ അങ്ങ് നടന്നു. ഒത്തിരി ദൂരം നടക്കണമായിരുന്നു. നടന്നു ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ 3 കസേര നിരത്തിയിട്ടിരിക്കുന്നു. 3 ആൺകുട്ടികൾ. അള്ളാഹുവെ, തല പോലും നേരെ വെക്കാൻ കഴിയാതെ കയ്യും കാലും വല്ലാത്തൊരവസ്ഥയിൽ പിടിച്ച് അള്ളാഹു ആ മക്കൾക്ക് ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിപരമായി പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ബ്ലോക്ക് തന്നെ അൽഹംദുലില്ലാ ഇവിടെ പണിയാൻ പോകുന്നു എന്നറിയാൻ കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലതും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു കാര്യം പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ല മതി അവൻ അല്ല മതി. ഈ പറഞ്ഞതിന് അർത്ഥം എന്താ? സിറാജ് ഉസ്താദ് അപ്പൊ സുഖമില്ലെങ്കിൽ ആശുപത്രിയിലൊന്നും പോകണ്ട, എല്ലാം അള്ളാനെ ഏൽപ്പിച്ചിരുന്നാൽ മതിയോ? അങ്ങനെ ഒരു അർത്ഥം നിങ്ങൾ കാണരുത്. ഒരിക്കലും അതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു രോഗം അള്ളാഹു വെച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിന്റെ മരുന്നും അള്ളാഹു വെച്ചിട്ടുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഒരു രോഗത്തെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള മരുന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അസുഖം വന്നാൽ ചികിത്സിക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്, മുത്തുനബിയുടെ സുന്നത്ത. അള്ളാഹു നമുക്ക് ആ സുന്നത്ത് പിൻപറ്റാൻ ഭാഗ്യം തരുമാറാകട്ടെ. രോഗങ്ങൾ വന്നു, അതിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചികിത്സകളും കാര്യങ്ങളും ചെയ്യണം. അതാണ് തവക്കൽ എന്ന് പറയുന്നത്. നബിതങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കലേൽപ്പിക്കണോ അതോ അഴിച്ചു വിട്ടിട്ട് തവക്കലേൽപ്പിക്കണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ പറഞ്ഞത് അതിനെ കെട്ടിയിട്ടിട്ട് തവക്കലേൽപ്പിക്കാനാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നമ്മളുടെ ആരോഗ്യത്തെ നമ്മൾ നോക്കണം, നമ്മുടെ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ പരമേൽപ്പിക്കാൻ തയ്യാറാകണം. അല്ലാതെ ഇന്ന് ചൂഷണങ്ങളുടെ കാലമാണ്. ഗർഭിണിയായ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ആ ഭാര്യയെ കൊണ്ടുപോകാതിരുന്നപ്പോൾ ഉണ്ടായ നഷ്ടം എന്താ? ഇപ്പൊ അകത്ത് കിടക്കുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എല്ലാം അടച്ചാക്ഷേപിക്കലോ കളയലോ അല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ പരമേൽപ്പിക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അള്ളാഹുവെ, ഞാനൊരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു, പടച്ചവനെ നീ ഖൈറിലാക്കണം അല്ലാ. ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, അള്ളാഹു നീ ഖൈറിലാക്കണം അല്ലാ. വീടിന്റെ പണി തുടങ്ങാൻ പോകുന്നു, പടച്ചവനെ നീ ഖൈറിലാക്കണം അല്ലാ. ഇപ്പൊ ഇവിടെ ഒരു സ്ഥാപനം പണിയുന്നു, വേണമെങ്കിൽ അത്തിപ്പറ്റ ഉസ്താദിന്റെ മക്കള്, ഉസ്താദ് വാപ്പാടെ മക്കളല്ലേ, ആ മക്കൾക്ക് 2 പേർക്കും വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് കുറ്റിയടിക്കാം. എന്തിനാണ് അഹ്ലി ബൈത്തിനെ പരിഗണിക്കുന്നത്? എന്തിനായി തങ്ങന്മാരെ പരിഗണിക്കുന്നത്? അതൊരു ബറക്കത്താണോ? അവരുടെ കൈകൊണ്ട് തൊടുമ്പോൾ അതിനൊരു വല്ലാത്ത ബറക്കത്താ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. അല്ലാഹുവിലേക്ക്. ഞാൻ ചോദിച്ചു, ഉസ്താദ് പിരിക്കോ വല്ലതും വേണോ, പിരിവല്ലോ ഉണ്ടോ? അത് അതിനെക്കുറിച്ച് പറഞ്ഞില്ല ഉസ്താദ്, അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പിരിവിന്റെ കാര്യം ചോദിക്കും, അതൊക്കെ അവർക്ക് അറിയാം. അല്ലാഹു നടത്തി തരും, പടച്ചറബ് നടത്തി തരും. അതൊരു ചിന്തയുടെ വല്ലാത്തത്. ഒരുപാട് സമ്പന്നന്മാർ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു കുറച്ച് പൈസ കൊടുത്തിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന മക്കളുണ്ട്, നല്ല നല്ല ആൾക്കാരുണ്ട്. അൽഹംദുലില്ലാ. അത്തിപ്പറ്റ എന്ന് പറയുന്ന ഈ ഒരു ഫതവുൽ ഫതാഹ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കുട്ടികൾക്ക് ഭക്ഷണത്തിനൊരു കുറവുമില്ല. അള്ളാഹു അനുഗ്രഹിച്ചിട്ട് ഏറ്റവും നല്ല ഭക്ഷണം അതെവിടുന്ന്? അത് അള്ളാഹു കൊടുക്കുന്നുണ്ട്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ ഒന്നാമത്തെ വിഷയം, അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനുള്ള ഒന്നാമത്തെ വഴി നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ പരമേൽപ്പിക്കുക. ആ ഒരു നല്ല ഗുണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നിന്നെ സഹായിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ, ഒരു തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറ.
ഇതറിയോ? എടോ അള്ളാഹു ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റേപ്പാ, ഒന്ന് എഴുന്നേറ്റോ, ഒന്ന് എഴുന്നേറ്റേ. ഇത്തിരി മുന്നോട്ട് കയറിയിരുന്നു, അരമണിക്കൂറല്ലേ ഉള്ളൂ, ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു. പെട്ടെന്ന് നിർത്തിയേക്കാം, പെട്ടെന്ന് കയറിയിരുന്നു. കാലിന്റെ വേദന തുടങ്ങി, ഇരുന്ന് പ്രസംഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നിൽക്കണ തന്നെ. ഒന്ന് കയറിയിരുന്നു. ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي لم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن في العاسد الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവേ, ഈ 10 സ്വഹാബികളുടെ ബർക്കത്ത് കൊണ്ട് ഇന്നത്തെ മജ്ലിസിലെ ദുആയിക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഇന്നത്തെ മജ്ലിസിലെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരാളെയും വെറും കയ്യോടെ നീ ഇവിടെ നിന്ന് മടക്കല്ലേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടോ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ദിവസവും മാസത്തിൽ ഒരിക്കൽ ഇത്തിരി പൈസ കിട്ടുന്നതല്ല ബർക്കത്ത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്ത് നിലനിന്ന് കിട്ടണം. ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും ജോലിയാണെങ്കിലും എന്തുമാകട്ടെ, അള്ളാഹു നൽകിയ നിഅമത്ത് മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഒരാൾക്ക് വീടുണ്ട്, പണമുണ്ട്, കാറുണ്ട്, അധികാരമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊട്ടാരം പോലെയുള്ള വീടുണ്ട്. ആ മനുഷ്യന് ആരോഗ്യമില്ല. ഇത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ടോ? ആവശ്യത്തിന് പൈസ ഉണ്ട്, നിനക്കൊരു മട്ടൻ മന്തി പോലും തിന്നാൻ പറ്റത്തില്ല, പിന്നെ പൈസ കൊണ്ട് കാര്യമുണ്ടോ? എടോ, അള്ളാഹു നമുക്കെല്ലാം തന്ന നിഅമത്ത് നിലനിൽക്കണം. ആരോഗ്യമാകട്ടെ, എന്തുമാകട്ടെ, അള്ളാഹു തന്നത് നിലനിന്ന് കിട്ടണം. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിലനിൽക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. നിനക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുന്ന കാലം വരെ നിലനിൽക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വിശക്കുന്നവനാ ഭക്ഷണം കൊടുക്കേണ്ടത്, വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല. വേണോ വേണ്ടേ? നിന്റെ ആരോഗ്യം നിലനിൽക്കണോ? നിന്റെ സമ്പത്ത് നിലനിൽക്കണോ? നിന്റെ ജോലി നിലനിൽക്കണോ? നിന്റെ ആരോഗ്യം നിലനിൽക്കണോ? നിന്റെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് വേണോ? സമാധാനമുള്ള ജീവിതം വേണോ? അല്ല തന്ന നല്ല കാര്യങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ ഞാനൊരു ദുആ പറഞ്ഞു തരാം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണോ എന്നുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഇതപ്പോ അരക്കയ്യന്മാരൊക്കെ ഉണ്ടല്ലോ, നല്ല പൊക്കറോ. ചിലര് പറയുന്നത് ഞാൻ പിരിവെടുത്ത് ജീവിച്ചോളാം, അത് നിങ്ങളുടെ ഇഷ്ടം. അള്ളാഹുവേ, ഈ ഉയർത്തിയ കൈ മരിക്കുവോളം ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അള്ളാഹ്. ഒരാളുടെ മുമ്പിലും നീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ പടച്ചവനെ. എന്നും കൈ ഉയർന്നു നിൽക്കുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തണ റഹ്മാനെ. ഒരു നല്ല കാര്യം പറഞ്ഞു തരട്ടെ, ചെയ്യോ? ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹുവെ, ആരാണോ ഈ മജ്ലിസിൽ ഇരുന്നിട്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നത്, ആ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്ക പറഞ്ഞ് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. എന്താ വേണോന്ന് വെച്ചാ ചക്ക, വേണോന്ന് വെച്ചാ ഇൻഷാ അല്ലാഹ് അല്ല, മാഷാ അല്ലാഹയും വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് നിലനിൽക്കണമെങ്കിൽ ഞാൻ പറയുകയല്ല, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു നല്ല കാര്യം പറയുന്നുണ്ട്. ഈ നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ പറയാൻ തയ്യാറായാൽ അള്ളാഹു നൽകിയ നിഅമത്ത് നിലനിൽക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളൊക്കെ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന ഒരു അധ്യായം പാരായണം ചെയ്യാറില്ലേ? അതിന്റെ മഹത്വം നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഒരാള് ആ സൂറത്ത് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഓൻ സേഫാ എന്ന് അതിനർത്ഥം. ഒരു വെള്ളിയാഴ്ച ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ സർവ്വകാര്യം അള്ളാഹ് നോക്കിക്കോളും. നീ പേടിക്കണ്ട, നീ സേഫായി. നിനക്ക് ദുരന്തങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ എന്തും അള്ളാഹു എല്ലാം തട്ടിമാറ്റി തരും. അതാണ് സൂറത്തുൽ കഹ്ഫിന്റെ പ്രത്യേകത. 13 പ്രത്യേകതയുണ്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ആൾക്ക്.
ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ വായിച്ച ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. ഞാൻ പഠിച്ച ഒരു അറിവ് വെച്ച് ഞാൻ വായിച്ചതാണ്. 13ഓളം പ്രതിഫലമുണ്ട് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്ന ഒരാൾക്ക്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ്, അടുത്ത വെള്ളിയാഴ്ച വരെ ഒരാഴ്ച നീ സേഫായി നിന്റെ സർവ്വ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു ഏറ്റെടുക്കുമാറാകട്ടെ. ആ സൂറത്തുൽ കഹഫിനകത്ത് അള്ളാഹു 2 ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട്, 2 കൂട്ടുകാരുടെ ചരിത്രം പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. ഖുർആനിന്റെ പരിഭാഷക്കുള്ളവർ അല്ലെങ്കിൽ ഉസ്താദന്മാരും ചോദിച്ചു നോക്കണം, ഖുർആനിൽ പഠിക്കണമല്ലോ. ആ ചരിത്രം 2 കൂട്ടുകാരുടെ ചരിത്രം അള്ളാഹു പറയുന്നുണ്ട്. ഒരു കൂട്ടുകാരൻ തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും നശിച്ചുപോയി. അപ്പൊ ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് പറയുന്നു, നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നിനക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. നീ ഒരേ ഒരു കാര്യം നീ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കിത് നഷ്ടപ്പെടില്ലായിരുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏത് വാചകം അത്? മാഷാ അല്ലാ പറയടോ. മാഷാ അല്ലാ ഓട്ടോയുടെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ലത്. ചില കൊട്ടാരം പണിയുമ്പോ വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് മാഷാ അല്ലാന്ന്. എന്റെ പൊന്നാര ചങ്ങാതി, അങ്ങനെ എഴുതി വെക്കാനുള്ളതല്ല. മാഷാ അല്ലാ എന്നൊക്കെ പറയുന്നത് അത് വേറെ കാര്യമാണ്. ചിലരൊക്കെ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്നൊക്കെ എഴുതും. ഇതിലുമാകട്ടെ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ദിക്ർ നിങ്ങൾ നിത്യമാക്കുക. അള്ളാഹു ചെയ്ത നിഅമത്തുകൾ നിലനിന്ന് കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള 2ാമത്തെ വഴി എന്താ? അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനുള്ള 1ാമത്തെ വഴി, പടച്ചവനിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പരമേൽപ്പിച്ചു കഴിഞ്ഞ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയാണ്. 2ാമത്തെ വഴി എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. ഒരുപാട് ഖത്തം തീർത്തവരുണ്ടോ? ഒരുപാട് ഖത്തം തീർത്തവരുണ്ടോ? ഉസ്താദേ, ഞാൻ ആഴ്ചയിൽ ഒരു ഖത്തമാണ്, മാസത്തിൽ ഒരു ഖത്തമാണ്. പടച്ചവനെ, നമ്മൾ ഓരോരുത്തരും പാരായണം ചെയ്യുന്നവരാണ് ഖുർആൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ വെറുതെ പാരായണം ചെയ്തിട്ട് കാര്യമില്ല. ഒരു പേജ് വെറുതെ ഓതിയിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോ ഇത് അള്ളാഹുവിന്റെ കലാമാണെന്നുള്ള ബോധത്തോടെ വേണം പാരായണം ചെയ്യാൻ. ഞാൻ ഓതുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ നിബിതങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന നമ്മുടെ വീടുകളുടെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആൻ എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിലോ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു. ആ ഖുർആൻ ഇറങ്ങിയത് കാരണം പേടിച്ചിട്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആരാ ഖുർആൻ ഓതുന്ന സമയത്ത് പടച്ചവനെ അർത്ഥം ചിന്തിക്കുന്നതാരാ? പാപ്പാ, നിനക്ക് അർത്ഥം അറിയില്ലെങ്കിലും ഇത് അല്ലാഹുവിന്റെ കലാമാണെന്ന് നിനക്കറിയുമല്ലോ, ഇത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണെന്ന് നിനക്കറിയുമല്ലോ. അതൊന്നുമില്ലാതെ തൊടാൻ പാടില്ലല്ലോ. അത് അതോടെ കൂടെ വേണം പാരായണം ചെയ്യാൻ. അത് ഖിബലയുടെ നേരെ ഇരുന്ന് വേണം പാരായണം ചെയ്യാൻ. അതിന്റെ ഇടയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാൽ അവന്റെ 40 ദിവസത്തെ അമലുകൾ പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹദീസുകൾ പറയുമ്പോ, നീ ഓതുന്നത് ഖുർആനാണെന്നുള്ള ബോധം പോലും നമ്മളിൽ പലർക്കും ഇല്ലാതെ പോവുകയാ. നമ്മൾ കേൾക്കുമ്പോ നിസാരമാക്കുകയാ, നമ്മൾ പാരായണം ചെയ്യുമ്പോ നിസാരമാക്കുകയാ. ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുന്നു, ഖുർആനാ വാപ്പാ, പെങ്ങളെ, ഖുർആനാ മോളെ, വല്ലാതെ സൂക്ഷിക്കണം മോളെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നീ വല്ലാതെ പേടിക്കണം. കളിക്കല്ലേ പെങ്ങള്, ഓതിയില്ലെങ്കിൽ ഓതിയില്ലെന്നേ ഉള്ള പെങ്ങള്. നീ അതിനെ കളിയാക്കല്ലോ, നീ അതിനെ പരിഹസിക്കല്ലോ, അതിനെ നീ നിസാരമാക്കല്ലോ, കയ്യിൽ വെച്ചുകൊണ്ട് കഥ പറയല്ലേ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിനെ നീ പരിഗണിക്കാതെ വന്നാ
പറഞ്ഞാൽ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്. നമ്മൾ പലരെയും കാണുമ്പോ ചോദിക്കാറുണ്ടല്ലോ, ഇവനെന്തേ ഇങ്ങനെയായി പോയത്? കള്ള് കുടിക്കുന്നില്ലേ, വ്യഭിചരിക്കുന്നില്ലേ, പലിശ തിന്നുന്നില്ലോ? സ്വന്തം മക്കളെ തല്ലിക്കൊല്ലുന്ന മക്കളെ കാണാറുണ്ടല്ലോ, ഉമ്മാനെ തല്ലുന്ന മക്കളെ കാണാറുണ്ടല്ലോ, കൊലപാതകങ്ങൾ നടത്തുന്നവരെ കാണാറുണ്ടല്ലോ. എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്തു, എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്തു, എത്ര വഴി കൽപ്പിച്ചു സഹോദരാ. കളിയാക്കുന്നടോ, പരിഹസിക്കുന്നടോ ഇന്നത്തെ യുവതലമുറയുടെ ജീവിതം ഞാനും നിങ്ങളും ഒന്ന് നോക്കടോ. ഈ ഉമ്മത്തിനെ പോലെ അഹങ്കാരം കാണിക്കുന്ന വേറെ ഏത് സമുദായമാ ലോകത്തുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, പരിഹാസമാണ്. ഉസ്താദന്മാരെ കളിയാക്കുകയാ, ഉസ്താദന്മാരെ പരിഹസിക്കുകയാണ്, പള്ളിയിലെ ഇമാമുമാരെ പരിഹസിക്കുകയാണ്. ഈ മുസ്ലിം ഉമ്മത്തിന്റെ അനുയായികൾ തന്നെ ചാനലിനകത്ത് കയറിയിരുന്നിട്ട് അള്ളാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുകയാണ്. ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഉസ്താദന്മാരെ ട്രോളുന്ന ചെറുപ്പക്കാരുടെ കാലമാ. ഇന്നത്തെ യുവതലമുറ വല്ലാത്തൊരവസ്ഥയിലാണോ? അവർക്ക് പരലോകത്തെ വിശ്വാസമില്ലടോ, അവർക്ക് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്. കള്ളം കഞ്ചാവും മയക്കുമരുന്നും മാത്രമല്ല, എല്ലാവരും കള്ളിനെ കുറിച്ച് പറയുന്നു, കഞ്ചാവുകളെ കുറിച്ച് പറയുന്നു, ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുന്നു. പള്ളികളും മദ്രസകൾ പോലും പടച്ചവനെ ലഹരിക്കെതിരായ ഉപയോഗത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവരും അതിന്റെ പുറകിൽ നടക്കുമ്പോ അതിനേക്കാളും വലിയ ഒരു നാശം നീ ഉമ്മത്തിനെ തേടി വന്നിരിക്കുകയോ? അതിനേക്കാളും വലിയ ഒരു നാശം നമ്മുടെ വീടുകളിൽ കടന്നു വന്നടോ. നാശം ഏതെന്നറിയുമോ? നമ്മുടെ മക്കൾക്ക് ഇന്ന് പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ല. വിശ്വാസപരമായി നമ്മുടെ മക്കൾ ഒരുപാട് പിന്നോട്ടാ സഹോദരാ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് നിന്റെ മക്കൾക്ക് വിശ്വാസമുണ്ടോ? നരകത്തെ കുറിച്ച് വിശ്വാസമുണ്ടോ? സ്വർഗത്തെ കുറിച്ച് വിശ്വാസമുണ്ടോ? ഓരോ വാഴും കേട്ട് ഫർദയും ഹിജാബും പിടിച്ച് കയ്യിലെ തസ്ബീഹും പിടിച്ച് നടന്നാ മാത്രം പോരാ പെങ്ങള്. മക്കളെ കുറിച്ച് പഠിക്കണം സഹോദരിമാര്. ഞാൻ നിങ്ങളെ വെറുതെ കളിയാക്കിയതല്ല, ഞാൻ നിസാരമായി പറഞ്ഞതല്ല. ഈ വയല് കേൾക്കാമെന്നിരിക്കുന്ന താടിയുള്ള തടമ്പുള്ള ഹജ്ജ് ചെയ്താ നിസ്കരിക്കുന്ന ഉപ്പയോട് ഞാൻ ചോദിക്കട്ടെ, ഉമ്മയോട് ചോദിക്കട്ടെ, ഇന്ന് വയല് കഴിഞ്ഞ് തിരിച്ചു നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു, നിന്റെ മക്കളെ വിളിച്ചെടുത്തിരുത്തുകയാണ്. എന്നിട്ട് നീ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. മക്കളെ, സ്വർഗത്തെ കുറിച്ച് ഉമ്മ തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവേ, ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, പ്രയാസമില്ല, രോഗമില്ല, കഷ്ടപ്പാടില്ല. അവിടെ സന്തോഷമാ സഹോദരാ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടിയാണോ നമ്മൾ കഷ്ടപ്പെടുന്നത്? ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ ഉറക്കമിടിച്ച് ഇവിടെ വന്നിരിക്കുന്നത്? ഇന്ന് വയത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെന്നിട്ട് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും +1നും +2നും പഠിക്കുന്ന മക്കള് വിളിച്ചിരുത്തിയിട്ട് ഉമ്മ നബി തങ്ങളുടെ ഹദീസ് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാ. മോനെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി ലശജറ, സ്വർഗ്ഗത്തിലൊരു മരമുണ്ട്, സ്വർഗ്ഗത്തിലൊരു തണൽ വൃക്ഷമുണ്ട്. പ്രത്യേകതയുള്ള മരമൊന്നുമല്ലടോ, സാധാരണ
ഒരു തണൽ വൃക്ഷത്തെ കുറിച്ച് നബി തങ്ങൾ പറയുകയാണ്. ആ സ്വർഗത്തിൽ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യന് വാഹനപ്പുറത്തു സഞ്ചരിക്കുകയാ. ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഈ വയല് കേൾക്കാൻ വേണം ഈ മുസ്ലിമീങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളുടെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറയണം, മോനെ സ്വർഗത്തിൽ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ നടക്കുകയല്ല വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ഒരു നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരയുടെ മുകളിൽ സ്വർഗത്തിന്റെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ ഒരു മാസമോ ഒരു കൊല്ലമോ 10 കൊല്ലമൊന്നും അല്ല, 100 കൊല്ലം സഞ്ചരിച്ചു. മേത്ത സന 100 വർഷം ഒരു മനുഷ്യൻ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു. ലാ യഖ്തഉഹ, അവനത് വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയിനാ റസൂലുള്ളാഹി വീട്ടിൽ ചെന്നിട്ട് മക്കളോട് പറയുകയാ, 100 കൊല്ലം വാഹനത്തിൽ സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് ഈ താടിയും തഴമ്പും നിസ്കാരമുള്ള നമ്മൾ വീട്ടിൽ പോയിട്ട് മക്കളോട് പറഞ്ഞ മക്കൾ ചോദിക്കും, എന്തൊരു തെള്ളലാ വാപ്പാ നിങ്ങൾ തെള്ളണേന്ന്. ഇതെന്താപ്പാ അല്ലേ, ഇതെന്ത് തെള്ളലാ നിങ്ങൾ, ഇത്രയ്ക്കൊക്കെ വേണം. അവൻ ജീവിതത്തിൽ കണ്ടിരിക്കണ ഏറ്റവും വലിയ മരം ഈ റോഡ് സൈഡിൽ ഇരിക്കണ ആലുമരവാ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾ എന്റെ കണ്ണ് തള്ളിയിട്ട് നോക്കണം, എന്നാ സിറാജ ഇതെന്ന് അല്ലേ. ബാലരമയിലെ കഥയാ. ഉമ്മ അടുക്കളയിൽ നാപ്പോയിട്ട് ചൂട്, ഉമ്മക്ക് ചായ വേണം. ഉമ്മ ഇങ്ങനെ ചായ വെക്കും, പെട്ടെന്ന് മോളിങ്ങനെ കയ്യൊന്നു, ചൂടുമ്മ. മോളെ, ഇത് നരകത്തിലെ തീയുടെ 70 അംശമേ ഉള്ളൂ. ഈ തീ നരകത്തിലെ തീയുടെ 70 അംശമേ ഉള്ളൂ. ഓൾ ഇങ്ങനെ ഉമ്മാനെ നോക്കിയിട്ട് ചിരിക്കണുണ്ട്. എന്താപ്പ ഇത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ അവസ്ഥയാടോ ഇത്? അവർക്കിതിലൊന്നും വിശ്വാസമില്ലടോ. ഇതൊക്കെ ചുമ്മാതാന്നാ പറയണേ. ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോ കാലെന്ന് തട്ടി, അപ്പൊ അവന് കളിയാക്ക സ്വർഗത്തെ കുറിച്ച് അരച്ചൊക്കെ ട്രോളുന്ന കാലവാ. അപ്പൊ നമ്മൾ വല്ലാതെ ഭയപ്പെടുന്ന നമ്മുടെ ഇന്നത്തെ കുട്ടികളെ കുറിച്ച് അള്ളാഹു നമ്മുടെ മക്കളെ ദീനീ ബോധമുള്ള മക്കളാക്കി തരുമാറാകട്ടെ. എന്നിട്ട് ഇങ്ങനെ ഓരോന്നും പറയുന്നത് കാണുമ്പോ നമ്മൾ ചിന്തിക്കുക, എന്താ അല്ല ഇവൻ ഇങ്ങനെ ആയിപ്പോയെ, എന്തേ അല്ല പ്രായമായി മനുഷ്യൻ, മുടി നരച്ചു, ഉപ്പാന് രോഗങ്ങളായി, ഉപ്പാന്റെ കൂടപ്പുറപ്പ് വരെ കബറിൽ പോയി, കൂടെ പഠിച്ചവരൊക്കെ പോയി, എന്നിട്ട് ഉപ്പ എന്തിങ്ങനെ ആയിപ്പോയെ? അതിനൊരു കാരണമുണ്ടോ? ഖുർആൻ. നിങ്ങൾ കളിക്കരുത് ഖുർആനിനോട്. ഖുർആൻ കളിയാക്കേണ്ട സാധനമല്ല, അതിന് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും കൊടുക്കണം. കേട്ടാ പോലും, ഓതുന്നതല്ല, ഓതുന്നത് കേൾക്കുന്നവൻ പോലും അതിനെ പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ചില്ലെങ്കിൽ അള്ളാഹു തരുന്ന ശിക്ഷ എന്താ? വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദു ഇദൻ അബദ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഫമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി, അല്ലാഹു പറയാ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദു ഇദൻ അബദ. അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് പിന്നെ ഒരു കാലത്തും ഹിദായത്തിന്റെ വെളിച്ചം പിന്നെ കേറൂല, ഈമാനിന്റെ പ്രകാശം അവന്റെ ഹൃദയത്തിൽ കേറൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും എന്തെല്ലാം പറയും, എന്റെ പൊന്നുസ്താദ്, നിങ്ങൾ വഅദ് പറഞ്ഞു നിങ്ങളുടെ തൊണ്ടയിലെ വെള്ളം പറ്റണല്ലാതെ നിങ്ങൾ മാറില്ല. എന്തേ കാരണം? ഉമ്മ, നീ കരഞ്ഞാലും നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും, കാരണം ഖുർആൻ തന്നെ പറയാ, വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഊദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗു അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു ചെവി അടച്ചു വെച്ചു കഴിഞ്ഞു. നിന്റെ മക്കളുടെ ചെവി അല്ലാഹു അടച്ചു, ഹൃദയം അല്ലാഹു അടച്ചു, സീരി വെച്ചു. പിന്നെങ്ങനെ കേറാനാ? അല്ലാഹു പറയാ, ഫലമ്മാ സാഗു അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു ചെവി അടച്ചു, ഹൃദയം സീല് വെച്ചു, പിന്നെ എങ്ങനെ നന്നാകാൻ? അള്ളാഹു എഴുതി തെള്ളിക്കളയും സഹോദരങ്ങളെ. ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഖുർആനിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഖുർആനെ നമ്മൾ വെട്ടുകടിക്കുമ്പോൾ അതിന്റെ ഓരോ ആയത്തുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണം. മുത്തഅല്ലിമീങ്ങളൊക്കെ പഠിക്കണം. ഞാൻ ഈ അടുത്ത് ഉംറയ്ക്ക് പോയി, കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഞാൻ ഉംറയ്ക്ക് പോയി. ഞാൻ തായിഫിൽ പോയി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ സിയാറത്ത്. അപ്പോൾ ഇങ്ങനെ ഒരാളിങ്ങനെ പറഞ്ഞു കൊടുക്കുക, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പണ്ഡിതനാണ്, ഖുർആൻ പണ്ഡിതനാ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുർആനിലെ ഒരു സൂറത്ത് പഠിക്കാൻ 12 കൊല്ലം എടുത്തു എന്നാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറയടോ. എത്ര കൊല്ലം എടുത്തു? ഖുർആനിലെ ഒരു സൂറത്തിന്റെ അർത്ഥം പഠിക്കാൻ. ഞാൻ നോക്കുമ്പോ ഒരു തമിഴ്നാട്ടുകാരൻ ഇങ്ങനെ ഉംറയ്ക്ക് കൊണ്ടുവന്നവർക്ക് പറഞ്ഞു കൊടുക്കാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുർആനിലെ ഒരു സൂറത്തിന്റെ അർത്ഥം പഠിക്കാൻ 12 കൊല്ലം എടുത്തു. ഞാൻ ജീവിതത്തിൽ മൊത്തവും പഠിച്ചത് 12 കൊല്ല. അല്ലെ ചോദിക്കേ? ഇന്നത്തെ ഉസ്താദ് നമ്മളൊക്കെ 7 വർഷം 8 വർഷം 8 വർഷം നമ്മളൊക്കെ, ഞാൻ ഹിഫ്ള് ഉൾപ്പെടെ പഠിച്ചത് 12 കൊല്ല.
ഉമർ തങ്ങൾ ഖുർആനിലെ ഒരു സൂറത്ത് പഠിക്കാനെടുത്ത കാലമാണ് ഞാൻ മൊത്തവും പഠിക്കാനെടുത്ത്. എൻ്റെ ഇൽമ അത്രേ ഉള്ളൂ. അള്ളാഹു മരിക്കോളം ഇൽമ പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നമ്മൾ അത്രത്തോളം ഖുർആനിനെ കുറിച്ച് പഠിക്കാനുണ്ടെത്ത മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ കേട്ടാൽ ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ മാറ്റം വരും. ഇവിടെ അത്രയ്ക്ക് ലഹരിയാണോ ഖുർആൻ. അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും രാവിലെ മുഴുവനും പറയും, മുഹമ്മദ് ഖുർആൻ ഓതുന്നത് നിങ്ങൾ കേൾക്കരുത്, എവിടെങ്കിലും നിന്ന് ഓതുന്നത് കേട്ടാൽ ചെവി കൈവച്ചുകൊണ്ട് പോകണം. എന്നാൽ ഒരു ദിവസം രാത്രി നോക്കുമ്പോൾ നബിതങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് നബിതങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്. ഇങ്ങനെ നബിയുടെ വീടിൻ്റെ അടുത്ത് നിന്ന് രാത്രി ഇങ്ങനെ നോക്കുമ്പോൾ അബൂജഹലും ഉത്തുബത്തൊക്കെ പരസ്പരം കണ്ടു. എന്താടാ ഇവിടെ വന്നത്? അളിയ മുഹമ്മദ് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ നല്ല രസമാണ്, കേൾക്കാൻ വന്നതാ. എടാ നീ എന്തിനാ വന്നേ? ഞാനും കേൾക്കാൻ വന്നതാടാ. എടാ നമ്മളല്ലേ രാവിലെ ജനങ്ങളോട് പറയുന്നത് ഇത് കേൾക്കാൻ പാടില്ല എന്ന്, എന്നിട്ട് നമ്മൾ തന്നെ വന്ന് ഇത് കേട്ടാലോ? തീരുമാനം എടുക്ക്, നാളെ മുതൽ വരില്ല എന്ന്. ഓക്കെ. പിറ്റേ ദിവസം രാത്രിയായപ്പോൾ രണ്ടുപേരും വന്നു. പിറ്റേ ദിവസവും രാത്രി അതാ ഖുർആൻ. അത് കേൾക്കും തോറും വല്ലാത്ത ഹരമാണോ, വല്ലാത്തൊരു അനുഭൂതിയാ ഖുർആൻ. അത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും. ഏത് വൃത്തികെട്ടവനെയും നന്നാക്കൂടോ ഖുർആൻ. എത്ര വലിയ തരം താഴ്ന്ന ജീവിതം നയിക്കുന്നവനെയും ഖുർആൻ നന്നാക്കിയില്ലേ? എന്തേ കാക്ക നമ്മൾ നന്നാകാത്ത? സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നന്നായത് ഒറ്റ 4 ആയത്ത് കേട്ടപ്പോഴല്ലേ. 4 ആയത്ത്. ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒരാൾ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞപ്പോ ഉമറിന്റെ അയൽവാസി പറഞ്ഞത്, എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന കഴുത ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. എന്നാലോചിക്ക്. എടാ, എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, ഉമർ മുസ്ലിമായി എന്ന് ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകാണ് ഇല്ല. ആ ഉമറാണ് സൂറത്തു ത്വാഹയുടെ 4 ആയത്തുകളാണോ ആ ഹൃദയത്തെ മാറ്റിക്കളഞ്ഞ്. ആ 4 ആയത്തുകൾ ഉമ്മമാര് പറയും, കരയുന്ന മക്കളോട്, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു, ശൈത്താൻ വരും നമ്മൾ പറയത്തില്ലേ, നിന്നെ പിടിച്ച് പ്രേതത്തിനോട് കൂടാന്ന് പറയുന്ന പോലെ ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന് പറഞ്ഞ അപ്പ കരച്ചിൽ നിർത്തൂടോ? കരയുന്ന കുഞ്ഞുങ്ങൾ പോലും, ഉറങ്ങാത്ത കുട്ടികളെ ഭയപ്പെടുത്തിയിരുന്നത് ഉമറിന്റെ പേര് പറഞ്ഞിട്ടാ. ആ ഉമർ നന്നായത് ഖുർആൻ കേട്ടിട്ടാ. എന്തേ നമുക്ക് നന്നാകാൻ പറ്റാത്ത? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എത്ര ആയത്തുകൾ കേൾക്കുന്ന മോനെ, എന്തേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? പഠിക്കണം, ഖുർആൻ പഠിക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എത്രയോ പേരെ നന്നാക്കിയല്ലോ. ഒരിക്കലും നന്നാകില്ല എന്ന് എഴുതി തള്ളിയ മനുഷ്യനാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമറാണ് നിബിതങ്ങളെ വെട്ടിക്കൊല്ലാൻ ഉരിപ്പിടിച്ച വാളുമായി കടന്നു പോകുമ്പോ ഒരാള് പറഞ്ഞു, ഉമറെ, മുഹമ്മദിനെ കൊല്ലുന്നത് വരട്ടെ, ആദ്യം പോയിട്ട് സ്വന്തം വീട് നന്നാക്കടാ, നിന്റെ പെങ്ങള് മുസ്ലിമായിരിക്കുകയാണ്. ഉമറിന് സഹിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ സഹോദരി ഫാത്തിമയും ഭർത്താവും ഖുർആൻ പാരായണം ചെയ്യുകയാ. അവിടുന്ന് സൂറത്ത് ത്വാഹ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ അകത്ത് കയറി ചെന്ന് തന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എടുത്ത് തല്ലിച്ചതയ്ക്കുകയാണ്. ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവേ, രക്തത്തിൽ കുളിച്ചിരുന്ന് കരയുന്ന കൂടപ്പറപ്പിനെ കണ്ടപ്പോ ഉമർ തങ്ങളെ പതറിയടോ. സഹോദരിയാണല്ലോ, ഒരൽപ്പ നിമിഷത്തേക്ക് അവിടം അങ്ങ് പരാജയപ്പെട്ടു പോയടോ. അവിടെന്ന് ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഇവിടേക്ക് വരുമ്പോ നീ എന്തോ പാടുന്നത് കേട്ടല്ലോ ഫാത്തിമ, എനിക്കും ആ പാട്ടൊന്ന് പാടിത്തരുമോ? അവിടെന്ന് പറഞ്ഞു, പാട്ടല്ല ഉമറേ, അത് അല്ലാഹുവിന്റെ കലാമാ, പോയി ശുദ്ധിയായിട്ട് വാ. ഉമർ പോയി ശുദ്ധിയായിട്ട് തിരിച്ചു കയറി വന്നപ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ത്വാഹയങ്ങ് പാരായണം ചെയ്തു. ചെറുപ്പക്കാരാ, കാട്ടാളനായ ഉമറിന്റെ കണ്ണ് നിറഞ്ഞു പോയടോ. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഉമർ വരുന്നെന്ന് കേട്ടപ്പോ സഹാബത്ത് പതറിയടോ. സഹാബാക്കളിൽ പലരും പതറിപ്പോയടോ. കാരണം ഉമറാണ് വരുന്നത്, ഖത്താബിന്റെ മകൻ ഉമറാണ് വരുന്നത്. പേടിച്ച് വിറച്ചു പോയടോ. എന്നാൽ ആ ഉമറിനെ അതാ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തടഞ്ഞു നിർത്തുകയാണ്. ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തടയുന്നത് ഹംസയാടോ. തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഉമർ
ഉമറേ, മുസ്ലിമാകാൻ വന്നതാണെങ്കിലോ നബി തങ്ങളുടെ കൈപിടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാകാ. അല്ല നബി തങ്ങളെ എന്തെങ്കിലും ചെയ്താ വന്നതാണോ, നീ ജീവനോടെ പോകില്ലടാ ഉമറേ. ആ ഈമാനുള്ള ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്ക് കേട്ടിട്ട് അതാ ധീരനായ ഉമർ പേടിച്ചു പോയടോ. അതാടോ ഈമാൻ, അതാടോ ഈമാൻ. അവസാനം നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായി ഉമർ മടങ്ങിപ്പോയത് വഅദ് കേട്ടിട്ടല്ലടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ടാ. പെങ്ങള് എവിടെ വഅദുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വഅദ് കേൾക്കാ പോകുന്നത് പെങ്ങന്മാരാണല്ലോ. ഏത് മജ്‌ലിസിലും കടന്നു പോകുന്നല്ലോ. എടാ ചെറുപ്പക്കാരാ, എന്തേ മോനെ നന്നാകാത്തത്? എത്രയോ മോശമായ ജീവിതം നയിച്ച എത്രയോ ചെറുപ്പക്കാര് നന്നായില്ലേ? ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നടോ. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണടാ ചെറുപ്പക്കാരോ. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ് ഫുളൈല്. ഫുളൈലിന്റെ ഏറ്റവും വലിയ ഹോബി പെണ്ണുങ്ങളോട് വല്ലാത്ത ഇഷ്ടമാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്നവനാണ്. അതിനുവേണ്ടി ഏത് വഴിയും സ്വീകരിക്കുന്നവനാണ് ഫുളൈല്. ഒരു ദിവസം പടച്ചവനെ കൂട്ടുകാരൊരു പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഫുളൈല്, ഏത് പെണ്ണിനെയും നീ കീഴ്പ്പെടുത്തുമല്ലോ, എങ്കിലും ഞാനൊരു പെണ്ണിനെ കാണിച്ചു തരാ. ഞങ്ങൾ കാണിച്ചു തരുന്ന പെണ്ണിന്റെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും പരാജയപ്പെട്ടു. നിനക്ക് പറ്റുമെങ്കിൽ നീ അവളെയൊന്ന് പരാജയപ്പെടുത്തു, എങ്കിലും ഞങ്ങൾ ധീരനാണെന്ന് സമ്മതിക്കാ. പടച്ചവനെ, ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു സ്വാലിഹത്തായ പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാ. ആ പെണ്ണിന്റെ പുറകെ നടക്കുകയാ. എന്തെല്ലാം ചെയ്തിട്ടും ആ പെണ്ണവിടെന്ന് വഴിപ്പെടുന്നില്ല. അവസാനം പടച്ചവനെ നാണക്കേടായി. എങ്ങനെയെങ്കിലും അവളെ പരാജയപ്പെടുത്തണമല്ലോ. ആരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറുകയാണ്. എന്നിട്ട് ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാ പോകുമ്പോ ആ പെണ്ണ് കിടന്ന് കരയുകയാണ്. ആ പെണ്ണ് കിടന്ന് എന്നെ ചെയ്യല്ലേ, എന്നെ ഒന്നും ഉപദ്രവിക്കല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് വല്ലാതെ നിലവിളിക്കുന്നുണ്ട്. എന്തെല്ലാം ചെയ്തിട്ട് കാട്ടാളനായ ഫുളൈലിന് മാറ്റം വരുന്നില്ല. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് നിലവിളിച്ചു കൊണ്ടിരുന്ന പെണ്ണു, തട്ടിത്തറപ്പിച്ചു കൊണ്ടിരുന്ന പെണ്ണു ഒരൽപ്പനേരത്തേക്ക് കയ്യും കാലും അനക്കുന്നില്ല. ആ പെണ്ണങ്ങ് നിശബ്ദമാവുകയാണ്. ആ പെണ്ണങ്ങ് നിശബ്ദമാവുകയാണ്. ഫുളൈലിന്റെ മുഖത്ത് നോക്കിയിട്ടാ പെണ്ണിങ്ങനെ കരയുകയാ. ഫുളൈൽ ചോദിച്ചു, പെണ്ണെ സമ്മതിച്ചതാണോ? നീ എനിക്ക് കീഴ്പ്പെട്ട് തന്നതാണോ? ആ സമയത്ത് പറഞ്ഞു, അല്ല ഫുളൈലേ, അതാ അടുത്ത വീട്ടിലിരുന്നിട്ടൊരുമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ടൊരുമ്മ ഖുർആൻ പാരായണം ചെയ്യുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനിനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അതിനോട് പൊട്ടിക്കരന്നുകൊണ്ട് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാര് ചോദിക്കുന്നു, ഫുളൈലേ, അല്ലാഹ് ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുളൈല്? അല്ലാഹ് ചോദിക്കുന്നത് നീ കേട്ടില്ലേ? എത്ര സന്തോഷത്തോടെ നടന്നടാ, എത്ര ആസ്വദിച്ചടാ ഫുളൈല്, എത്ര വ്യഭിചരിച്ചടാ ഫുളൈല്. അലം യഅനിനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ ഫുളൈല്? ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന കാട്ടാളനായ ചെറുപ്പക്കാർ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായി നടന്ന ഫുളൈല് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ
പൊട്ടിക്കരന്നുകൊണ്ട് അവിടെ ഇറങ്ങി പോവുകയാ. പിന്നെ ആരായി മാറിയെന്നറിയുമോ? ലോകമറിയുന്ന പണ്ഡിതനായി മാറിയെന്ന് ചരിത്രം പറയുമ്പോ ഇതാണു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതിന്റെ ഓരോ ആയത്തുകളും മനുഷ്യന്റെ ഹൃദയത്തിൽ തറയ്ക്കാനുള്ളതാ. അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ആ ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് പാരായണം ചെയ്യുമ്പോ നീ അതിന്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കണേ. അത് അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ബോധം വേണം. നീ അതിനെ ബഹുമാനിക്കണം. പെങ്ങളെ, ഖുർആനിനെ ബഹുമാനിക്കും പെങ്ങള്. എത്രയോ മഹതിമാരുടെ ചരിത്രം പഠിച്ചവളാ. പഠിച്ചവനെ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കൂ. ജീവിതത്തിൽ വല്ലാത്ത സന്തോഷമാ പെങ്ങള്, സമാധാനമാ പെങ്ങള്. പണ്ടുള്ള പെണ്ണുങ്ങൾക്ക് ഖുർആനുമായിട്ട് വല്ലാത്ത ഒരു ബന്ധമായിരുന്നു. പഠിച്ചവനെ, നമ്മൾ അങ്ങനെ ആകണമടോ. ഖുർആനുമായിട്ട് നമ്മളൊരു ബന്ധമുണ്ടാക്കിയെടുക്കുന്നവരാകണമടോ. പഠിച്ചവനെ, ഖുർആൻ നമ്മൾ സ്നേഹിക്കണം സഹോദരാ. എത്ര വലിയ ഉയരങ്ങളിലെത്തിയാലും നമ്മളത് മറന്നു പോകില്ല. പഠിച്ചവനെ, ഇന്നലെ കുന്നംകുളത്ത് ഭാഗത്ത് പഠിച്ചവനെ അഷ്റഫ് ഹാജി എന്ന് പറയുന്ന ഒരു കോടീശ്വരന്റെ വീട്ടിൽ ഇന്നലെ ഉമ്മയുടെ ആണ്ടായിരുന്നു. ആ മനുഷ്യന്റെ ഉമ്മയുടെ ആണ്ടായിരുന്നു. സാധാരണ സമ്പന്നന്മാരെന്ന് പറഞ്ഞാ നമുക്കൊരു ചിന്തയുണ്ടോ? ആ മനുഷ്യൻ തന്റെ മകളുടെ വിവാഹം, തന്റെ മകന്റെ വിവാഹത്തിന് 250 പവൻ സ്വർണം കൊടുത്തിട്ടാ പെൺകുട്ടികളെ കെട്ടിച്ചത്. എന്നോട് ഇന്നലെ വിളിച്ചു, ഉസ്താദേ ഉമ്മയുടെ ആണ്ടാണ്, ദുആ ചെയ്യാൻ വരണം. എനിക്കൊരു പരിചയമില്ല. പഠിച്ചവനെ, ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ എന്നെ കൊണ്ടുപോകുന്ന സഹോദരൻ പള്ളിയുടെ ഖബർസ്ഥാനിലൊന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഈ മതിലിന്റെ പുറത്തു കിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഖബറ്. സഹോദരാ, കണ്ടപ്പോ വല്ലാത്ത അത്ഭുതം തോന്നിയടോ. ആ സഹോദരന്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോ ഒരു ഖബർ കാണിച്ചു. ഇതിനകത്താണ് ഉപ്പ കിടക്കുന്നത്, ഉമ്മ കിടക്കുന്നത്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്തേ ഇങ്ങനെ പന്തല് കെട്ടിയിട്ടിരിക്കുന്നത്, സീറ്റ് കെട്ടിക്കെട്ടി ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്? ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഉമ്മ മരിച്ചിട്ട് 3-ാമത്തെ ആണ്ടാ. ഇന്ന് വരെ ഒരു ദിവസം പോലും ഖുർആൻ ഓതിയത് മുടക്കിയിട്ടില്ല. 3 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ആ ഉമ്മാടെ ഖബറിന്റെ ചാരത്ത് 5 വഖത്ത് നിസ്കാരത്തിലും 3 വഖത്ത് നിസ്കാരത്തിൻ സമയത്ത് ആ ഉമ്മാടെ ഖബറിന്റെ ചാരത്ത് അതാ 3 കൊല്ലമായിട്ട് മുടങ്ങാതെ ഖുർആൻ ഓതുകയാ. പടച്ചവനെ, എന്തൊരു അത്ഭുതമെന്നറിയുമോ? സൈസാദ് പള്ളിയിൽ ചെല്ലുമ്പോ നമ്മൾ കാണാറുണ്ട് അവിടെ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നത്. 3 കൊല്ലമായിട്ട് പടച്ചവനെ ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ പടച്ചവനെ പന്തല് കെട്ടിയിട്ട് ഖുർആൻ പാരായണം നടക്കുകയാ. ചോദിച്ചപ്പോ പറഞ്ഞത്, റബ്ബേ ആ പള്ളിക്കാട്ടിൽ കിടക്കുന്ന ഖബറാളികൾ എത്ര ഭാഗ്യവാന്മാരാടോ. ഖുർആനിനോട് വല്ലാത്ത സ്നേഹമാടോ. ചിലർക്ക് ഖുർആനിനോട് വല്ലാത്ത സ്നേഹമാ. അല്ലാഹുവേ, ആ മാതാപിതാക്കളുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് പോയി ഒരു ഫാത്തിഹ പോലും ഓതാൻ സമയമില്ലാത്ത മക്കളുടെ കാലത്താ പണം വരുമ്പോ, അധികാരം വരുമ്പോ, സ്ഥാനമാനങ്ങൾ വരുമ്പോ മക്കളെ മറന്നു പോകുന്നവര് പഠിക്കേണ്ട ചരിത്രമാണോ? നിങ്ങളുടെ പരിസരമല്ലേ ആർക്കു വേണമെങ്കിലും പടച്ചവനെ, കോക്കൂരെന്ന് പറയുന്ന സ്ഥലം ഇവിടെ അടുത്താണല്ലോ, ആർക്ക് വേണമെങ്കിലും പോയി കാണാമടോ. ഞാൻ പറഞ്ഞത് ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കൂ. ജീവിതത്തിൽ മാറ്റം വരണേ. നിങ്ങളുടെ സിനിമയും സീരിയലും ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങിക്കോ. സീരിയലിന്റെ നടിമാരെ മുഴുവനും കളയൂ, സിനിമാ താരങ്ങളെ മുഴുവനും കളയൂ. പെങ്ങളെ, എത്രയോ മരണം കാണുന്നവരാ. പടച്ചവനെ, സിനിമാ താരമായിരുന്ന നവാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതും പടച്ചവനെ, അവസാനവും അവൻ മരണത്തെ കുറിച്ച് ആരോ പറഞ്ഞത്. പലതും നമുക്ക് പഠിക്കാനുണ്ടോ. ജീവിതത്തിൽ എവിടെ വെച്ചാണ് മരണം നമ്മളെ തേടി വരുന്നതെന്നറിയില്ല. വയത് പറയുന്ന ഞാൻ എന്റെ വീടെത്തുമെന്നുറപ്പില്ല, കേൾക്കാമെന്നിരിക്കുന്ന നിങ്ങൾ വീട് വെത്തെത്തുമെന്നുറപ്പില്ല. അതുകൊണ്ട് കൊതുകിന്റെ ചിറക്
സെക്കൻഡിന്റെ വില പോലുമില്ലാത്ത ആയുസ്സും പിടിച്ചിട്ടാ ഞാനും നിങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന രംഗമുണ്ടല്ലോ, ആകാശത്ത് നിന്ന് 70 മുതൽ 70,000 വരുന്ന ഒരു സംഘവുമായി ആകാശലോകത്ത് നിന്ന് 70,000 വരുന്ന ഒരു സൈന്യവുമായി അസ്റായിൽ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുമ്പോ ആ രംഗം മനോഹരമാക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് നിന്നോട് പറയണം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? വഅബ്സിറൂ ബിൽ ജന്ന, ഇതാണടാ സ്വർഗ്ഗം. കാണടാ ചെറുപ്പക്കാരാ, ഉമ്മമാരെ കാണുമ്മമാരെ, വഅബ്സിറൂ ബിൽ ജന്ന. മലക്കുകൾ ഇങ്ങനെ സ്വർഗ്ഗം കാണിച്ചു തരികയാണ്. അവര് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിട പറയാ പരിശ്രമിക്കൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അവസാനം നന്നാക്കാനാ, അവസാനം മനോഹരമാക്കാനാ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദിന്റെ അവസാനം ഞാൻ പറയേണ്ടതില്ലടോ. നിങ്ങൾ ഓരോരുത്തരും അനുഭവസ്ഥരാണ്. ഞാൻ ജീവിച്ചിരുന്നപ്പോ എന്റെ മരണപ്പെട്ടു പോയ സഹോദരനുമായി ഒരു ദിവസം രാവിലെ സുബഹി നമസ്കാരത്തിന്റെ സമയത്താണ് ശൈഖുനയെ കാണാമെന്നത്. ഇന്നും എന്റെ മനസ്സിൽ ഓർമ്മയുണ്ടടോ സഹോദരാ, ഇന്നും എന്റെ മനസ്സിൽ ഉസ്താദ് ഓർമ്മയുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട മഹാനാ സഹോദരാ, കണ്ടവരെ കുറിച്ച് അനുഭവം കുറിച്ച് പറയുകയാണ്. എന്റെ ജീവിതത്തിലെ സ്വന്തം അനുഭവമാ ഞാൻ പറഞ്ഞത്. ആ ഉസ്താദിന്റെ മരണം നമുക്ക് സമ്മാനിച്ചത് വല്ലാത്ത ഒരു അത്ഭുതമായിരുന്നു. അതേ വഴിയിലാണ് മക്കളും സഞ്ചരിക്കുന്നത്. അവർക്കൊന്നും വേണ്ടടോ, അവര് ദുനിയാവിന്റെ ഒന്നും ആഗ്രഹിക്കുന്നില്ലടോ. അവസാനം മനോഹരമാക്കണം, അവസാനം മനോഹരമാക്കണം. ഞങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുണ്ടാകണം. അതിനു വേണ്ടിയാണ് പടച്ചവന് 180ഓളം വരുന്ന വിദ്യാർത്ഥികളെ ഇന്നിവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇനി പെൺകുട്ടികൾക്കുള്ള സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയാണ്. രോഗികളായി ആരുമില്ലാതെ പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുകയാണ്. അതിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും അതിന്റെ ഒപ്പം കൂടണ്, നമ്മളും അതിന്റെ ഒപ്പം കൂടണ്. നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ പേര് വിളിച്ചു പറയില്ല, ഫ്ലെക്സ് വെക്കില്ല, പരസ്യം ചെയ്യൂല, സ്റ്റേജിൽ ഇരുത്തൂല. എന്നാ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ അതാ അത്തിപ്പറ്റ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നാക്ക് പേപ്പട്ടിയെ പോലെ നീക്കി വരുന്നവർ, ഇതുപോലെ ജനങ്ങൾ മുഴുവനും മുടുതുണിയില്ലാതെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ചെമ്പിന്റെ തറയിലാ ചെറുപ്പക്കാരാ, അതാ പെങ്ങളെ തലയുടെ ഒരു ചാട് മുകളിൽ കഥാ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. സിറാജിന്റെ ഒരു ചാട് മുകളില്, എന്റെ തലയുടെ ഒരു ചാട് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. സിറാജ് പേടിച്ച് വിറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ തല താഴ്ത്തി പിടിച്ചു കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് മഹ്ശറ. അന്നൊരാളും ഉണ്ടാകില്ല ചെറുപ്പക്കാരാ. നഫ്സി നഫ്സി, എല്ലാവർക്കും ഒന്ന് സ്വന്തം കാര്യമാ. യാ വൈലതാ യാ ഹസ്രതാ
എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും കരയുന്ന ദിവസമാണ് ബസറാ. പടച്ചവരേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. വാപ്പയ്ക്ക് വേണ്ട, ഉമ്മയ്ക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, കൂടപ്പറപ്പിന് വേണ്ട, 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നുണ്ട് പ്രസവിച്ച മക്കള് പടച്ചറപ്പിനെ നോക്കിയിട്ട് അള്ളാനോട് പറയുന്ന ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാരൊന്നും മലത്തി കിടത്തി തരുവോ അല്ലാ, കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി ഞാനെന്ന് നിൽക്കട്ടെ അല്ലാ. പടച്ചവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്ത് 70,000 ചങ്ങലയിൽ കെട്ടിക്കെട്ട് വലിച്ചടച്ചു കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ ഉപ്പാ ഉപ്പാ എന്ന് പറഞ്ഞ് കൈപിടിച്ച് സ്നേഹം നടിക്കുന്ന നമ്മുടെ പൊന്നുമക്കളുണ്ടല്ലോ, അവരല്ലാരോട് പറയുകയാ, വാപ്പാടെ നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ അല്ലാ, എന്റെ പാപം മുഴുവനും ഉപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഉപ്പാനെ നരകത്തിലേക്ക് എറിഞ്ഞോ അല്ലാ, എനിക്ക് സ്വർഗം തരണേ എന്ന് പറയുന്ന മക്കൾ വരുന്നത് മസ്സറയിലാ. ആരാര് സഹായിക്കാറില്ലാതെ ആ ചെമ്പിന്റെ തറയിൽ കിടന്ന് ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് ഞാനും നിങ്ങളും കരയുമ്പോ മക്കളെ, ഒരു വിഭാഗം കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അവരാരാണെന്നറിയോ? അവര് ഖുർആൻ പഠിച്ചവരല്ല, ഹാഫിളീങ്ങളല്ല, ആലിമീങ്ങളല്ല, ഹജ്ജ് ചെയ്തവരല്ല, ഉംറ ചെയ്തവരല്ല. പിന്നെ ആരാണെന്നറിയോ? അവർക്ക് പേടിയില്ലടോ, അവർക്ക് സങ്കടമില്ലടോ, അവർക്കൊരു പേടിയും വേണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാ. അല്ലാഹുവാണ് പറഞ്ഞത്, അവര് പേടിക്കണ്ട. വയുതഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. അല്ലാഹു പറയുന്ന പ്രതിഫലമാ ചെറുപ്പക്കാരാ, ഇന്ന് നിങ്ങൾ ഇവരുടെ കൂടെ കൂടിയാൽ പടച്ചവനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ തറക്കല്ലിടുമ്പോ ഈ സ്ഥാപനത്തിന്റെ കൂടെ നിങ്ങളും കൂടിയാൽ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്താൽ, നിങ്ങളെ ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് ദുആ കൊണ്ട് നിങ്ങളും പിന്തുണയ്ക്കണം സഹോദരാ. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ പടച്ചവനെ ഒന്നുമില്ലെങ്കിലും ദുആ ചെയ്യാമല്ലോ. പടച്ചവനെ ഈ പ്രസ്ഥാനമൊന്ന് നല്ല രീതിയിലൊന്ന് പരിശ്രമിക്കാറ്, ഇത് നല്ല രീതിയിലൊന്നായി തീരാറ്, ഒരു ദുആ കണ്ടെങ്കിലും നിങ്ങളെ കൂടെ നിന്നാ അല്ലാഹു നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഏറ്റവും ശർറായ ദിവസമുണ്ടല്ലോ, അത് മസ്സറയാടാ ചെറുപ്പക്കാരാ, അത് മസ്സറയാ പെങ്ങള്. ഒരാള് പോലും തിരിഞ്ഞു നോക്കാറില്ലാത്ത അള്ളാന്റെ മസ്സറയാ സഹോദരങ്ങള്. അവിടെ നീ പേടിക്കണ്ട സഹോദരാ, അവിടെ നിങ്ങൾ ഭയപ്പെടണ്ടോ, അവിടെ നിങ്ങൾ പേടിക്കണ്ട. അല്ലാഹു പറയുകയാണ്, ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ആ ശർറായ ദിവസം, ഏറ്റവും ജനങ്ങൾ മുഴുവനും കരയുന്ന ദിവസം, പേടിച്ച് വിറച്ചു പോകുന്ന ദിവസം, ഗർഭിണികളായ പെണ്ണുങ്ങൾ പ്രസവിച്ചാൽ വേദന പോലും അറിയില്ല പെങ്ങള്, അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാണ് മസ്സറ. കുഞ്ഞുങ്ങളുടെ മുടി പോലും പേടിച്ചിട്ട് നരച്ചു പോകുന്ന ദിവസമാണ് മസ്സറ. ആ പരലോകം നന്നാക്കണേ അല്ലാ, ആ പരലോകം നന്നാ
നന്നാക്കണേ അല്ലാ. അല്ലാഹു ആ പരലോകം നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളും അൽഹംദുലില്ലാഹ് ഈ നന്മയുടെ കൂടെ കൂടിയാൽ ഏറ്റവും ഷർറായ ദിവസം ഒരു പേടിയുമില്ലാതെ നാളെ മഹ്ശറയിലേക്ക് നിനക്ക് കടന്നു ചെല്ലാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വാച്ചി നോക്കണ്ട, 11 മണിയായെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാഹു നമ്മുടെയൊക്കെ അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു അവസാന സമയം നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നിങ്ങൾ ഇവരുടെ കൂടെ കൂടിക്കോ. 11 മണിയായി. ഇൻഷാ അല്ലാഹ് തീർത്താറായില്ലേ? അപ്പം നിർത്തി കൂടെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇനിയിപ്പോൾ ഉറൂസിനെ നമ്മളെ കൂടെ വിളിച്ചേക്കണം കേട്ടോ സാർ. ഇൻഷാ അല്ലാഹ് ബാക്കി ഉറൂസിന് പറയാം. അല്ലാഹു ആഫിയത്ത് ആരോഗ്യം തരുമാറാകട്ടെ. നാളെ രാവിലെ എനിക്ക് ലക്ഷദ്വീപിൽ പോകണം. ഇന്ന് പോകേണ്ടതായിരുന്നു, പകരം ഒരാളെ വിട്ടിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞു, ഉസ്താദ് പ്രസംഗിക്കൊന്നും വേണ്ട, ഇവിടെ വരെ വന്നിട്ട് പോയാൽ മതി. അതാ മരിച്ചാലും പറയും മയ്യത്തൊന്ന് കയറ്റി വെച്ചിട്ട് പോകാൻ. അതങ്ങനെ മരിച്ചാലും പറയും വേണ്ടത് മയ്യത്ത് കയറ്റി വെച്ചിട്ട് പോകാൻ എന്ന് പറഞ്ഞ പോലെ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അപ്പം നിങ്ങൾ കൂടിക്കോ, ഇവരുടെ കൂടെ നിങ്ങളും കൂടിക്കോ. സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ മനസ്സാ വാച കർമ്മണ എന്താണോ പറ്റുക. അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ഥലമൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞു. പൈസ ഇനി കൊടുക്കാൻ കിടക്കാന്ന് പറഞ്ഞു. എല്ലാം അൽഹംദുലില്ലാഹ് നിങ്ങളുടെ നാടിൻ്റെ വെളിച്ചമായി മാറാൻ പോവാ. ഈ നാടിൻ്റെ ഐശ്വര്യമായിട്ട് അൽഹംദുലില്ലാഹ് മാറാൻ പോക. അങ്ങനെയുള്ള വലിയ ഒരു ലക്ഷ്യമാണ് ഉസ്താദിൻ്റെ മക്കൾ അൽഹംദുലില്ലാഹ് അവരുടെ മനസ്സിലുള്ളത്. അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ മക്കളും അതേ വഴിയിൽ സഞ്ചരിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തരുന്ന പ്രതിഫലം നാളെ പരലോകത്തും കൂടെ പേടിയില്ലാതെ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അന്ന് എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അന്ന് നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് രക്ഷപ്പെടാൻ ആകെ ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ പ്രതിഫലം ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നളറതൻ വസുറൂറ. എന്നെ കാണാനുള്ള അവസരം അല്ലാഹു തരും. പടച്ച റബ്ബിനെ കാണാനുള്ള ഒരു അവസരം അല്ലാഹു തരും. ഈ ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹുവിനെ കൺകുളിർമയോടെ ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ ഇന്നക്കും സതറവുന റബ്ബക്കും കമാ തറവുനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ അല്ലാഹനെ കാണാടോ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹനെ കാണാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹനെ കാണണമെങ്കിൽ എവിടെ പോകണം? അല്ലാഹനെ കാണണമെങ്കിൽ എവിടെ പോകണം? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? അല്ലാഹനെ കാണണമെങ്കിൽ എവിടെ പോകണം? സ്വർഗത്തിൽ പോയാലേ അല്ലാഹനെ കാണാൻ പറ്റും. പടച്ച റബ്ബിനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് കറക്റ്റ് സമയത്ത് ബക്കറ്റ് എടുത്തവാ. ഇൻഷാ അല്ലാഹ് അല്ലാഹനെ കാണാൻ നമുക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കറക്റ്റ് സമയത്ത് ബക്കറ്റ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു. നഷ്ടമാകില്ല. അസ്സദഖത്തു റദ്ദുൽ ബല. ഏത് വിപത്തിനെയും ഏത് അപകടത്തെയും ഏത് ദുരിതത്തെയും സദഖ തട്ടിമാറ്റും. ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കണ്ടത് ഒരു ആംബുലൻസിലേക്ക് ഒരു വണ്ടി പോയി ഇടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിറക്കുന്ന രംഗമ. അല്ലാഹു അപകടങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാറാ രോഗങ്ങൾ എന്തെല്ലാം രോഗങ്ങളാണോ? പനി പടരുന്നത് പോലെ രോഗങ്ങൾ, ക്യാൻസറും ട്യൂമറും മാരകമായ രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുക. അല്ലാഹു ഈ സദക്ക ബക്കറ്റിലേക്ക് ഇടുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് പറയണം, എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ അണുക്കളുണ്ടെങ്കിൽ അല്ലാഹ് ഈ കൊടുക്കുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ എനിക്ക് ശിഫ തരണം, എന്നെ നീ രക്ഷപ്പെടുത്തണം. ഒരു നല്ല നിയ്യത്തോടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു സദക്ക. ബിസ്മില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ റബ്ബേ നീ കൈവിടല്ലേ തമ്പുരാനെ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാഹ്. പടച്ചവനെ ഒരാളെയും നീ കൈവിടല്ലേ അല്ലാഹ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, പെങ്ങളെ ഒന്ന് മനസ്സിന്റെ ഉള്ളിലേക്ക് നിന്റെ റബ്ബിനെ നിനക്കൊന്ന് ഓർമ്മ വരട്ടെ. അല്ലാഹനെ നമുക്ക് ഭക്ഷണം തന്നാ, നമുക്ക് ആയുസ് തന്നാ, നമുക്ക് ആരോഗ്യം തന്നാ, നമ്മുടെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന നമ്മുടെ റബ്ബിനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവാ ചെറുപ്പക്കാരാ. 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ
ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഓടിച്ചെന്ന് ഉളുവെടുത്തിട്ട് ഇമാമിന്റെ പുറകിൽ നിന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, കാണണ്ടേ മോനെ, അല്ലാഹനെ കാണണ്ടേ മോനെ. കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം ചെറുപ്പക്കാരാ. നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ, ഞാൻ നിർത്തുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, അതുരീദൂന ശയ്യാ, എന്തെങ്കിലും വേണമെങ്കിൽ പറ സഹോദരാ. സ്വർഗവാസികളെ, സ്വർഗവാസികളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറ. ആ സമയത്ത് സ്വർഗവാസികൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, പടച്ചവനേ, നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കണ്ട ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ. പടച്ചവരെ, എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ടിരുന്ന മസ്സറയില് നീ ഞങ്ങളുടെ മുഖത്ത് സന്തോഷം തന്നല്ലോ. പടച്ചവര്, ഈ സ്വർഗമൊന്ന് കാണാറ്, ഈ സ്വർഗത്തിലൊന്ന് കേറാറ്, ഈ സ്വർഗത്തിന്റെ പരിമളം പോലും ശ്വസിക്കാൻ അർഹതയില്ലാത്ത ഞങ്ങൾക്ക് ഈ സ്വർഗത്തിൽ കേറാൻ അവസരം തന്നല്ലോ അല്ലാ. അതുകൊണ്ട് പടച്ചവനെ അൽഹംദുലില്ലാഹ്. അപ്പോഴും അല്ലാഹു ചോദിക്കുകയാ, എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അവിടെ നിന്നുകൊണ്ട് പടച്ചവനോട് പറയുന്നു, അല്ലാ, ഞങ്ങൾ ഉപ്പാനെ കണ്ടു പടച്ചവനെ, ഞങ്ങൾ ഉമ്മാനെ കണ്ടു പടച്ചവനെ, ഞങ്ങൾ കൂടപ്പറപ്പുകളെ കണ്ടു പടച്ചവനെ, ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യയെ കണ്ടു, ഞങ്ങളുടെ മക്കളെ കണ്ടു, ഞങ്ങളെ ദുനിയാവ് കണ്ടു, ദുനിയാവിന്റെ ആഡംബരം കണ്ടു പടച്ചവനെ, ഞങ്ങൾ കഅബ കണ്ടു, അസ്റായിലിനെ കണ്ടു, ഖബർ കണ്ടു, മസ്സറ കണ്ടു, സിറാത്ത് കണ്ടു, മീസാൻ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, മലക്കുകളെ കണ്ടു. ഈ ലോകാദൻ നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെ ഞങ്ങൾ കണ്ടുപടച്ചവര്. എന്നാ ഇന്നു വരെ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല റബ്ബേ, ഞങ്ങൾക്ക് കാണണമല്ലോ, നിന്നെ ഞങ്ങൾക്ക് കാണണമല്ലോ. പടച്ചവനെ, അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരും തല ഉയർത്തി നോക്കുമ്പോ ഫയറുഫഉൽ ഹിജാബ്, അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാ. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുകയാ സഹോദരാ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യമാണ്, ആ അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു സഹോദരാ, ഈ നന്മയ്ക്ക് കൂട്ടു നിൽക്കൂ, ഈ നന്മയുടെ കൂടെ നിങ്ങളും പങ്കാളികളാകൂ. ഒരാൾ പോലും പടച്ചവനെ അതിന് പുറകോട്ട് നിൽക്കരുത്. എല്ലാവരുടെ ദുആ വേണം, സഹായം വേണം. പടച്ച റബ്ബേ, ഇവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നമുക്കൊരു നന്മ ചെയ്യാമടോ. ഇത് ജീവിതത്തിന്റെ അവസാനത്തെ രാത്രിയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു നന്മ ചെയ്ത് പിരിയാ, നമുക്കൊരു നന്മ ചെയ്ത് പിരിയാ, ഒരു നല്ല നീയത്തോടെ നമുക്ക് പിരിയാ. ജീവിതത്തിൽ എന്തെങ്കിലും വേണ്ടേ സഹോദരാ? അസ്റായിൽ കടന്നു വരുമ്പോ ഒരു നല്ല മരണം കിട്ടാൻ എന്തെങ്കിലും ജീവിതത്തിൽ വേണ്ടേ സഹോദരാ? അതുകൊണ്ട് പടച്ചവനെ, അല്ലാഹുവിന്റെ മലക്കുകൾ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരണം. വഅബ്ശിറൂ ബിൽ ജന്നാ, ഇതാണ് സ്വർഗം, നീ ചെയ്തതിന്റെ പ്രതിഫലം ഇതാണ് എന്ന് സ്വർഗം കാണിച്ചു തരണം. ആ സ്വർഗം കണ്ടുകൊണ്ട് സന്തോഷത്തോട് അതാ ശഹാദത്ത് കലിമ പറഞ്ഞ് ലോകത്തോട് യാത്രയാകണം. അല്ലാഹുവേ, ഒരു നല്ല മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു നല്ല മരണം തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. തൗബ ചെയ്ത് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ദുആയിലേക്ക് കടക്കുന്നു.